ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മ, മിസ്സിസ് അനുവാദ കൊച്ചമ്മ, മിസ്സിസ് ആഷ്മി ജോസഫ് കൊച്ചമ്മ, നമ്മുടെ അത്യാവശ്യം സ്വീകരിച്ച് ഇന്ന് അവരെ സംബന്ധിക്കുന്ന ഡോക്ടർ ജോസ്മോൻ ജോർജ്, മിസ്സിസ് നീതു തോമസ്, പ്രിയപ്പെട്ട ജനങ്ങളെ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്. വെങ്കടേശ്വര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. ദൈവാനുഗ്രഹത്താലും സ്വയപ്രയത്നാലും നമ്മുടെ സമൂഹത്തിൽ സഭയ്ക്ക് അഭിമാനാർഹമായ നിലയിലേക്ക് എത്തിയ 3 മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനാണ് നമ്മൾ ഇന്ന ദിവസം സാക്ഷ്യം വഹിക്കുന്നത്. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മുടെ സഭയെ സ്ഥിരമായ രീതിയിൽ നയിക്കുന്ന നമ്മുടെ ജനങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സഭജനങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ റവറൻ മാക്സിമം അച്ഛനെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനി കഴിഞ്ഞ കാലങ്ങളിൽ ഈസ്റ്റ് കേരള ഡയസിസിൻ്റെ ചുമതല കൂടാതെ കൊല്ലം കൊട്ടാരക്കര, കൊച്ചിൻ ഡയസിസ്, കണ്ണമല സെമിനാരിയുടെ ചുമതല, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതല, മറ്റു വിവിധങ്ങളായ ബോർഡുകളുടെ ചുമതല, സിനഡുകൾ തലത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെ അനേകം ചുമതലകൾ നിർവഹിക്കാൻ ദൈവം നിയോഗിച്ചു. ദൈവസഹായത്തിൽ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ ഭംഗിയായി പൂർത്തിയാക്കി വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് ദൈവാനുഗ്രഹം എന്ന നിലയിലാണ് CSC സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ എന്ന പദവിയിലേക്ക് തിരുമേനി ഉയർത്തപ്പെട്ടത്. ഈ ചുമതല നിർവഹിക്കാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ആരാധനയിൽ കടന്നു വന്ന റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ സ്വാധീനമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുമേനിയുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ പിന്നിൽ നിന്ന് സഹായിക്കുന്ന മിസ്സിസ് ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയാണ് നമ്മുടെ മഹായോടയുടെ സ്ത്രീയ സഖ്യത്തിൻ്റെ ഏറ്റവും ധീരമായി നയിച്ചു വരുന്നു. കൊച്ചമ്മയെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ ജോസ്മോൻ ജോർജ്, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്കെത്തുന്ന എല്ലാവരുടെയും ആശ്രയമാണ് ഡോക്ടർ ജോസ്മോൻ ജോർജ്. നമ്മുടെ മഹായിടവയിലെയും അതുപോലെ തന്നെ പുറമേയുള്ള എല്ലാ ജനങ്ങളുടെയും ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജോസ്മോൻ ജോർജ്. തിരക്ക് പിടിച്ച ജോലികൾക്കിടയിലും ദൈവിക കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സഭയിലെ EPA, മെൻസ് ഫെലോഷിപ്പ് എന്നീ സംഘടനകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഡോക്ടർ ജോസ്മോൻ ജോർജാണ്. കണ്ണമല സെമിനാരിയിൽ വിദ്യാർത്ഥിയായി നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഡോക്ടർ ജോസ്മോൻ ജോർജിനെ ഈ മീറ്റിംഗിൽ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിസ്സിസ് നീതു തോമസ്, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രത്യേകിച്ച് പാലിയേറ്റീവ് കെയർ എന്ന സാന്ത്വന ശുശ്രൂഷയിൽ എത്താവുന്നത്ര ഉയരത്തിലെത്തിയിരിക്കുകയാണ് മിസ്സിസ് നീതു തോമസ്. വിശദമായുള്ള പ്രൊഫൈൽ പിന്നാലെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൽ സുസ്ഥിരമായ സേവനം ചെയ്തു വരുന്നു. മിസ്സിസ് നീതു തോമസിനെ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ കൈക്കാരൻ മിസ്റ്റർ ജോർജ് കുട്ടി PJ അവർ ഈ മീറ്റിംഗിൽ സാന്നിധ്യം അറിയിക്കുന്നു. മിസ്റ്റർ ജോർജ് കുട്ടി PJ ഈ മീറ്റിംഗിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനിമളൈസ് കൊച്ചമ്മ, ആഷിലോസൻ കൊച്ചമ്മ, കമ്മിറ്റി കൗൺസിൽ അംഗങ്ങൾ, എല്ലാ സഭാജനങ്ങളെയും മറ്റു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമയത്ത് ഒരു പ്രത്യേക ഗാനം ആലോചിക്കാൻ വേണ്ടി കോയറങ്ങളെ ക്ഷണിച്ചുകൊള്ളും.
ിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ വർഗീസ് സാമുവൽ ക്ഷണിച്ചോളൂ. ആദരവ് അർപ്പിക്കുമ്പോൾ നല്ല കരഘോഷത്തോടുകൂടി നമുക്ക് അഭിനന്ദിക്കുന്നതിനെയും കൊച്ചമ്മയും മറ്റു വിശിഷ്ടാതികൾ നമുക്ക് അഭിനന്ദിക്കാം. താങ്ക് യു. മിസ്സിസ് ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയ്ക്ക് ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്സിസ് മേരി ജോസഫിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഡോക്ടർ ജോസ്മോൻ ജോർജിനെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ അലക്സ് ഫിലിപ്പ് കല്ലിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. മിസ്സിസ് നീതു തോമസിന് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ ഷിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ആദരം അർപ്പിക്കുന്നു സഭയിലെ വിമൻസ് സൊല്യൂഷൻ അംഗങ്ങളാണ്. റൈറ്റ് ഫീസ് ഫ്രാൻസ് തിരുമയ്ക്ക് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്സിസ് അനുമോളച്ചൻ കൊച്ചമ്മയും മിസ്സിസ് ആഷ്ലി കൊച്ചമ്മയും ക്ഷണിച്ചുകൊള്ളും. ദയവായി പേര് വായിക്കുന്ന മുറയ്ക്ക് സമയം കളയാതെ ഓടി വന്നാണ് പ്ലീസ്. താങ്ക് യു. മിസ്സിസ് ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയ്ക്ക് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്സിസ് സൂസൻ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളും. താങ്ക് യു. ഡോക്ടർ ജോസ്മോൻ ജോർജിനെ ആദരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്സിസ് ശോശാമ്മ ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മിസ്സിസ് നീതു തോമസിന് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി ജോളി ആൻറ്റിയെ ക്ഷണിച്ചുകൊള്ളും. താങ്ക് യു. അടുത്തായിട്ട് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി ചർച്ച് കോയർ അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് താങ്ക് യു. അടുത്തായിട്ട് ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി സൺഡേ സ്കൂളിനെ ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു. തുടർന്ന് ചർച്ച കമ്മിറ്റിക്ക് വേണ്ടി ആദരം അർപ്പിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ജോസഫ് ചാപ്പ് അവരെ ക്ഷണിച്ചുകൊള്ളു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നിമിഷങ്ങളാണിത്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. സ്വർഗത്തിലും ഈ നിമിഷം സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയുമോ? കർത്താവ് അരുളി ചെയ്യുകയാണ്, എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും. കർത്താവിനെ മാനിക്കുന്ന ഈ നമ്മുടെ പ്രിയപ്പെട്ടവരായ ഇവരെല്ലാവരെയും കർത്താവും എടുത്തുയർത്തിയതിൻ്റെ ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സുവിശേഷം. ഈ ജീവിതങ്ങൾ തന്നെയാണ് ഇവരുടെ സന്ദേശവും. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഇത് ആരാധനയുടെ മധ്യത്തിലായതുകൊണ്ട് വളരെ കുറച്ച് സമയങ്ങൾ മാത്രം നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്നതുകൊണ്ട് വളരെ ചുരുക്കുകയാണ്. മറ്റൊരു അവസരത്തിലാണെങ്കിൽ വളരെയധികം കാര്യങ്ങൾ എനിക്ക് ഇവരെക്കുറിച്ച് പറയാനുണ്ട്. അത്രയേറെ വേണ്ടപ്പെട്ടവരാണ്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് ഇവരെല്ലാവരും. ദൈവത്തിൻ്റെ
വേലക്കാരാണ് ഇവർ. നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് തിരുമേനി, നമുക്കറിയാം ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന, ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള, അധികാരത്തിൻ്റെ മത്തോ അതിൻ്റെ ലഹരിയോ അതൊന്നുമില്ലാതെ തന്നെ അത് ആഗ്രഹിക്കാതെ തന്നെ ഏറ്റവും താഴ്ന്ന ലെവലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഉന്നതനായ ദൈവം പിടിച്ചുയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി, അത് നമുക്ക് അഭിമാനകരമാണ്, അനുഗ്രഹകരമാണ്. നമ്മുടെ ഈസ്റ്റ് കേരള ഡയോസസിൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്നതും ഈ തിരുമേനിയിലൂടെയാണ്. നമുക്ക് പകർന്നു തരുന്ന ദൈവത്തിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹങ്ങൾ തിരുമേനിയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ പ്രിയരെ നമ്മളും വളരുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി എള്ളുംപുറം വരിക്കാനിക്കൽ കുടുംബങ്ങളും മേലാവിലെ പുതുപ്പറമ്പിൽ അന്നമ്മയുടെയും വരിക്കാനിക്കൽ സാമുവൽ സാറിൻ്റെയും അതെ പുതുപ്പറമ്പിൽ പുതുപ്പറമ്പിലെ അന്നമ്മയുടെയും 4 മക്കളിൽ ഒരാളാണ് ഫ്രാൻസിസ് തിരുമേനി. ഈ 2 കുടുംബങ്ങളും ദൈവഭക്തിയിൽ തന്നെ ആയിരുന്നത് കൊണ്ട് ചെറുപ്പം മുതൽ തന്നെ തിരുമേനിയും ആ ഭക്തിയിൽ തന്നെയാണ് വളർന്നു വന്നത്. ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത് കൊണ്ട് ഒരു ദൈവഭക്തനായിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് സ്വയം സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. എപ്പോഴും ആ വിചാരം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത് കൊണ്ട് ചെറുപ്പം വലിയ സൺഡേ സ്കൂളിലൊക്കെ പോയിരുന്നു, ക്യാമ്പസ് കോഴ്സുകളിലൊക്കെ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു കണ്ണിക്കൽ ക്യാമ്പസ് കോഴ്സുകളിൽ വെച്ച് തിരുമേനി ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതം മറ്റൊന്നിനില്ല, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന് തന്നെയാണ് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം കണ്ണിക്കൽ ക്യാമ്പസ് കോഴ്സുകളിൽ വെച്ചെടുക്കുന്നു. അതിനുശേഷം ആ തീരുമാനം സഭയിലെ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ അത് ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ മുഴുവൻ സമയ ദൈവത്തിൻ്റെ വേലക്കാരനായിട്ട് തിരുമേനി മാറുകയായിരുന്നു. അതേ തുടർന്ന് ദൈവം തിരുമേനിയെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുന്നതാണ് ശരി. ശമൂവേലിനോട് ഏലി പുരോഹിതൻ പറഞ്ഞതുപോലെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറയാൻ അരുളി ചെയ്തതുപോലെ തിരുമേനിയും പറയുകയായിരുന്നു, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു. ദൈവം അരുളി ചെയ്തു, ആ കേൾവി അതേപോലെ തന്നെ തിരുമേനിയും അനുസരിക്കുകയായിരുന്നു. അങ്ങനെ പലവിധമായിട്ടുള്ള കാരണങ്ങളാൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാരണങ്ങളാലും ഓരോ സ്ഥാനമാനങ്ങളും ഒക്കെ ദൈവം തന്നെ ആ വഴിക്ക് നിയന്ത്രിച്ച് വഴി നടത്തി തിരുമേനിയിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്നും പൂനെയിലെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കുവാനായിട്ട് പോകുവാൻ തിരുമേനിക്ക് സാധിച്ചു. തിരികെ വന്ന് 1986 ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പഠിക്കാൻ പോകുന്നത്. തിരികെ ഇവിടെ 89 വന്ന് പട്ടത്വം സ്വീകരിച്ചു. അതിനുശേഷവും ഏറ്റവും ലളിതമായ രീതിയിൽ മിഷൻ പ്രവർത്തനത്തിനായി ഇടുക്കി മേഖലകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. വളരെ ത്യാഗം സഹിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി സഹിച്ചിട്ടുണ്ട്. അതിന് മധ്യത്തിലും തിരുമേനി വളരെ ശാന്തനായിട്ട് സൽസ്വഭാവിയായിട്ട് സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ വേല ഏറ്റെടുക്കുകയായിരുന്നു. അതേ തുടർന്ന് അച്ഛൻ പട്ടം സ്വീകരിക്കുകയും തുടർന്ന് വിവിധ പള്ളികളിലേക്ക് സഭാ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് തിരുമേനിക്ക് നമ്മുടെ ഈ ഒരു സഭയെ മാത്രമല്ല ദൈവം വിളിക്കുകയാണ്, ഈ ഈസ്റ്റ് കേരള മഹാ ഇടവക എന്ന ഈ ഡയോസസിലെ എല്ലാ ജനങ്ങളെയും നയിക്കാനുള്ളൊരു കഴിവ് നിനക്കുണ്ട്. കർത്താവ് വിളിച്ചു. ആ കർത്താവിൻ്റെ വിളി സ്വീകരിച്ച് തിരുമേനി ഈസ്റ്റ് കേരള ഡയോസസിൻ്റെ മുഴുവൻ സാരഥ്യവും ഏറ്റെടുത്തുകൊണ്ട് 2019 തിരുമേനി നമ്മുടെ സഭയുടെ നായകത്വം വഹിക്കും. അതേ തുടർന്നും അപ്പോഴും തിരുമേനി ആ ഒരു അധികാരത്തിൻ്റെയോ ഗർവിൻ്റെയോ ഒരു ഭാവമൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് ജീവിച്ചു വന്നപ്പോഴും ദൈവം പിന്നെയും തിരുമേനിയെ അങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്ത് ഉയർത്തിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം തിരുമേനി കണ്ണമ്മൂല വൈദിക സെമിനാരിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഓക്സിലറി വൈസ് പ്രസിഡൻ്റായിട്ടും ഈ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. CSI സെനറ്റിൻ്റെ ദളിത് ആദിവാസി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ വിവിധ മഹാ ഇടവകളിൽ സൗത്ത് കേരള ഡയോസസിൽ, കൊല്ലം കൊട്ടാരക്കര ഡയോസസിൽ, ഈ ഡയോസസുകളിലെല്ലാം ബിഷപ്പ് ഇൻചാർജായിട്ട് നിയോഗിക്കപ്പെടുവാനും തിരുമേനിയെ ദൈവം സ്നേഹപൂർവ്വം ക്ഷണിച്ചു. തിരുമേനി അത് കേട്ടു. അവിടെയെല്ലാം വളരെ കാര്യവത്തായ സ്നേഹപൂർവമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള ഒരു സേവനം കാഴ്ചവെച്ചതുകൊണ്ട് വീണ്ടും തിരുമേനിയെ ദൈവം ഉയർത്തുകയാണ്.
നമ്മുടെ ഡയോസസിൻ്റെ എല്ലാ ഡയോസസുകളും ഉൾപ്പെടുന്ന CSIയുടെ സൗത്ത് കേരള ദക്ഷിണ കേരളയുടെ CSIയുടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് നമ്മുടെ തിരുമേനിയെ ഉയർത്തി. അഭിമാനകരമായ ഈ നിമിഷങ്ങളാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനമാണത്. അതിന് മുകളിലാണ് സിനഡിൻ്റെ മോഡറേറ്റർ വരുന്നത്. നമ്മുടെ ഈസ്റ്റർലെ ഡയോസിസിൽ നിന്നും ഇതിനു മുമ്പ് നമ്മൾ ശമുവേൽ തിരുമേനിയെ മോഡറേറ്ററായിട്ട് സ്ഥാനം വഹിച്ചിരുന്നു. അതിനുശേഷം ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് നമ്മുടെ തിരുമേനിയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. തിരുമേനി ഇതൊന്നും ആഗ്രഹിച്ചല്ല. എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ തിരുമേനിയുടെ സ്വഭാവം കൊണ്ട് കർത്താവ് ഈ കുരിശ് എന്നെക്കൊണ്ട് വഹിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. കാരണം അത്രയും സ്ഥാനമോഹം ഇല്ലാത്ത ഒരാളാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ചെറുപ്പം മുതലേ എനിക്ക് തിരുമേനിയും പരിചയമുണ്ട്. തിരുമേനിയുടെ അമ്മ പുതുപ്പറമ്പിലായതുകൊണ്ട്, എൻ്റെ ഒരു ആൻറ്റിയും പുതുപ്പറമ്പിലായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്നു. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളായിരുന്നു. ആകെ വ്യത്യാസം വന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു തലമുടിയിലുണ്ടായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്നൊരു ചുരുട്ട് മുടിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് സ്ട്രേറ്റും വന്നിട്ടുണ്ട്. അന്നത്തെ പുഞ്ചിരിയും അന്നത്തെ ലാളിത്യവും അന്നത്തെ സംസാരവും ആ രീതി തന്നെയാണ് ഇപ്പോഴും തിരുമേനി തുടരുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്. എത്ര ഉയർന്ന സ്ഥാനത്തെത്തിയാലും ശരി, തിരുമേനിയുടെ ആ വന്ന വഴിയൊന്നും മറക്കാതെ തന്നെ അദ്ദേഹം തുടരുന്നു എന്നുള്ളതും അഭിമാനകരമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. തിരുമേനിയോടുള്ള ആദരസൂചകമായിട്ട് ഏറ്റവും ബഹുമാനത്തോടെ നമ്മുടെ തിരുമേനിയെ നമ്മൾ ആദരിക്കുകയാണ്. ആദരസൂചകമായിട്ട് ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ചർച്ച് വാർഡൻ സാബ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സഭയ്ക്ക് മുഴുവൻ എഴുതി നിൽക്കാൻ തിരുമേനി ആദരിക്കുമ്പോൾ നമ്മുടെ സഭയുടെ ആദരവായിട്ടാണ് കമ്മിറ്റി ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും എഴുതി നിന്ന് ഈ ആദരവിൽ പങ്കുചേർന്നാട്ട് ഷാൾ അണിയിക്കുമ്പോൾ കരഘോഷത്തോടു കൂടി തിരുമേനി നമുക്ക് ആദരിക്കും. നമ്മൾ നമ്മൾ ഈ കുട്ടികളൊക്കെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ പതുക്കെ പോകുമ്പോൾ ഓരോ സ്വർണ്ണ കോയിനൊക്കെ കിട്ടില്ലേ? അതുപോലെയാണ് തിരുമേനിക്ക് കിട്ടിയ ഒരു സ്വർണ്ണ കോയിനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡാർലി കൊച്ചമ്മ. കൊച്ചമ്മയെ കൂടെ തിരുമേനിയുടെ കൂടെ കിട്ടിയപ്പോൾ തിരുമേനിയുടെ ആ പ്രവർത്തന രീതികളും കുറേ കൂടെ ഫാസ്റ്റായി ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു. ഡെപ്യൂട്ടി മോഡറേറ്റർ കൊച്ചമ്മ എന്നാണ് നമ്മുടെ അച്ഛൻ പറയുന്നത്. ആ ഒരു ഭാവമോ അതൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് കൊച്ചമ്മയും. ഈ കൊച്ചമ്മയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സഭയുടേതായ എല്ലാ ജനങ്ങളുടെ പേരിലുള്ള ആദരവും അനുമോദനങ്ങളും സന്തോഷവും പ്രാർത്ഥനയും അർപ്പിക്കുകയാണ്. കൊച്ചമ്മയെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിക്കാരിയായ IV സാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിൽക്കവേ തന്നെ നമുക്ക് സമയം അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും കൂടി ഉള്ളൊരു മൊമെൻ്റ് നമ്മൾ സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ സഭയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എല്ലാം നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് മൊമെൻ്റ് നൽകുന്നതിന് വേണ്ടി ജോസ് പേജ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും നമ്മൾ മൊമെൻ്റ് നൽകി ആദരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മൾ ചെറിയൊരു ഗിഫ്റ്റോടെ കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ഗിഫ്റ്റാണ്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു സൂചകമായിട്ട് നമ്മൾ തിരുമേനിക്കും കൊച്ചമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് നൽകുന്നു. ആ ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി പ്രിയ ബിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗിഫ്റ്റ് സ്വീകരിക്കുന്നത് എൻ്റെ തിരുമേനിയെ ദയവായിട്ട് ക്ഷണിക്കുന്നു. നമുക്കറിയാം നമ്മളുടെ പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്കും ചെറിയ സമ്മാനം നമ്മൾ നൽകുന്നുണ്ട്. ആ കൊച്ചമ്മയ്ക്ക് സമ്മാനം ഗിഫ്റ്റ് നൽകുന്നതിന് വേണ്ടി മേഴ്സിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഏവരും അറിയുന്ന പോലെ തന്നെ നമ്മുടെ സഭയിലെ ഏറ്റവും പ്രിയപ്പെട്ടവനായ നമ്മുടെ EPIയുടെ ഒരു പ്രസിഡൻറ്റും കൂടിയായ ജോസോൺ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ കുറിച്ച് അധികം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. കരതലാമലകം പോലെ നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായിട്ടും തന്നെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാവുന്നതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും മങ്കൊമ്പ് കീരിപ്ലാക്ക കുടുംബാംഗമായ ജോർജ് KJ അന്നമ്മ ദമ്പതികളുടെയും മകനായ ജോസോൺ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മെഡിസിന് പഠിക്കുകയും ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ തന്നെയും നമ്മുടെ സഭയിൽ അനേകം പ്രവർത്തനങ്ങൾ ഈ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. കൂടുതലായിട്ട് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളാണ്. ഈ മെഡിക്കൽ ക്യാമ്പിലൂടെയാണ് നമ്മൾ ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലുന്നതും ഏറ്റവും ആതുര സേവനത്തിൽ ഏറ്റവും താല്പര്യനായിട്ടുള്ള ഏറ്റവും താഴ്ന്ന ഇടയ്ക്കുള്ള ജനങ്ങളുടെ ഇടയ്ക്ക് പോലും ഇറങ്ങിച്ചെല്ലാനായിട്ട് താല്പര്യമുള്ള അതിലൂടെ തന്നെ സുവിശേഷം പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോസോൺ ഡോക്ടർക്ക് ഈയിടെ നമ്മൾ ഈ ബൈബിൾ പഠനത്തിൽ വളരെയധികം താല്പര്യം കാണിക്കുകയും ഈ ഡോക്ടറുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ബൈബിൾ പഠിക്കുന്നതിന് എങ്ങനെയാണ് ഇങ്ങനെ സമയം കിട്ടുക എന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ ആ സമയത്തും ലൈഫ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഓരോ സമയത്ത് ഓരോ ദിവസവും 9 മണി മുതൽ ഞാൻ തന്നെ ഇടയ്ക്ക് കയറാനായിട്ട് പറ്റുന്നില്ല. എന്നിരുന്നത് ഡോക്ടറാണെങ്കിൽ എല്ലാ കാര്യവും തന്നെ അങ്ങനെ ക്രമീകരിച്ച് ഓരോരുത്തരെ വിളിക്കുകയും ഓരോ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും അടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടുന്നവരുടെ അടുത്തും വേദനിക്കുന്നവരുടെ ഇടയ്ക്കും ദൈവത്തിൻ്റെ സ്നേഹമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്, ആവശ്യമായിട്ടുള്ളൊരു മരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടറുടെ ഒരു സേവനം അതിമഹത്തരമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തരുന്ന ഒരു പദ്ധതിയും ഡോക്ടർ തന്നെയാണ് അത് കൊണ്ടുവന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനവും എല്ലാ നോട്ടുകൾ തയ്യാറാക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഡോക്ടർ തന്നെയാണ്. അത്രമാത്രം താല്പര്യമാണ് ഡോക്ടർക്ക് ദൈവകാര്യങ്ങളിൽ. അതുമാത്രമല്ല ആതുര സേവനത്തിലും ഡോക്ടറും ഈ പറഞ്ഞ പോലെ MD ആയിട്ട് മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ തന്നെയും നമ്മൾ ഏത് സമയത്തും ആര് ചെന്നാലും ഒരു ബുദ്ധിമുട്ടും പറയാതെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്ന, സ്നേഹത്തോടെ സ്വീകരിക്കുന്ന, ഏത് കാര്യവും നടത്തി കൊടുക്കാൻ ഡോക്ടർ കഴിയുന്ന എല്ലാ കാര്യവും തന്നെ നടത്തി കൊടുക്കാനായിട്ട് യാതൊരു വൈമുഖ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഇനിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നടന്നു വന്ന പാത അതാണല്ലോ, അത് തന്നെയായിരിക്കും തുടർന്നു വരികയും നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പ്രത്യേക ഒരു സ്ഥാനം ലഭിക്കുകയുണ്ടായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ, ഒരു വർക്കിംഗ് കമ്മിറ്റിയിൽ. ആ കമ്മിറ്റിയെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് വ്യക്തമായിട്ട് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിലെ എല്ലാ വിഭാഗമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണത്. ആ കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 7 പേരാണുള്ളത്. അതിൽ തന്നെ ഒരു 3 പേരുണ്ട്. ആ 3 പേരിൽ ഒരാളായിട്ടാണ് ഡോക്ടർക്കും സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല, ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്തതാണ് ഈ സ്ഥാനങ്ങളെല്ലാം തന്നെയും. ഈ ഡോക്ടറും ബൈബിൾ സൊസൈറ്റിയുടെ ഇന്ത്യയുടെ നമ്മുടെ ഡയോസസിനെ പ്രതിനിധീകരിക്കുന്ന ഈ ഡോക്ടറെയും നമ്മൾ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ്. കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ സ്നേഹാദരവും അറിയിപ്പിക്കുന്ന സഭാജനങ്ങളുടെ പേരിലുള്ള ഈ സഭയുടെ എല്ലാ ജനങ്ങളുടെയും പേരിലുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊണ്ട് ഒരു ഷാൾ അണിയിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. തുടർന്ന് മെമൻറ്റോ നൽകുന്നതിന് സാബു CTയെ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ആ ഗിഫ്റ്റ് നൽകുന്നതിന് PA ബെന്നി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കൂടെയുള്ള ആദരിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തിത്വമാണ്, വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീമതി നീതു തോമസ്. നമുക്കെല്ലാവർക്കും അറിയാം, വില്ലംപ്ലാക്കൽ കുടുംബാംഗമായ നമ്മുടെ സഭാംഗമായ VS തോമസ് സാറിൻ്റെയും ശശാമ്മയുടെയും 2 മക്കളിൽ മൂത്തവളായി ജനിച്ച നീതു തോമസ് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ച് നേഴ്സിംഗ് വിഭാഗത്തിൽ കൂടുതലായിട്ട് താല്പര്യം കാണിച്ച് 2009 BSc നേഴ്സിംഗും പൂർത്തിയാക്കി സ്വകാര്യ മേഖലകളിലേക്കൊക്കെ തങ്ങളുടെ സേവനം സ്വകാര്യ ആശുപത്രികളിലും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ MBAയും ALC, ACLC, BLC
തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകളും പൂർത്തിയാക്കി പാലിയേറ്റീവ് നഴ്സിംഗിലുള്ള ഒരു ട്രെയിനിങ് എല്ലാം പൂർത്തിയാക്കി അങ്ങനെ ആതുര സേവനത്തിലെ ഏറ്റവും താഴെക്കിടയിലും മുതൽ ഏറ്റവും ഉയർന്ന തലത്തിൽ വരെയുള്ള എല്ലാ ഡിഗ്രികളും സമ്പാദിക്കാനും ശ്രമം നടത്തി അതെല്ലാം വിജയിച്ച് 2019 ആ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കി അവിടെ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. അതിനുശേഷം കോവിഡ് കാലയളവിലൊക്കെ നമുക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ സമയങ്ങളിലും ഓരോ നേഴ്സുമാരൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഈ ലോകത്തിലെ മാലഹമാരാണ് നേഴ്സുമാർ എന്ന് പറയാറുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നീതി ഉൾപ്പെടുന്ന പാലിയേറ്റീവ് കെയർ നേഴ്സുമാർ ഈ മാലാഹമാരിലെ ഗബ്രിയേൽ ദൂതന്മാരാണ്. കാരണം അത്രയും താഴേക്കിടയിലാണ് പ്രവർത്തിക്കേണ്ടി വരുന്നത്. ഏറ്റവും ദൈവത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ, നിങ്ങളിൽ ഈ ചെറിയ ലൊട്ടിന് ചെയ്യുന്ന എല്ലാം എനിക്കായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഏറ്റവും ചെറിയുള്ള ആൾക്കാരിൽ ചെയ്യുന്ന ഈ പ്രവർത്തികളെല്ലാം, ദൈവത്തിനായിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തികളെല്ലാം ദൈവം മാനിക്കുന്നുണ്ട്. അങ്ങനെ മാനിക്കുന്നത് കൊണ്ടാണ് ഓരോ സ്ഥാനമാനങ്ങളും കൈവന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ലെവലിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാനത്തെല്ലാം പ്രവർത്തിച്ചു വരുന്ന കോവിഡ് കാലയളവിലാണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞത്. നീതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നത്, അവാർഡുകൾ കിട്ടിയതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ സഭാംഗമായ നമ്മുടെ പ്രിയപ്പെട്ട നീതു തോമസും നമുക്ക് അഭിമാനകരമാണ്. നമ്മുടെ അഭിമാനകരമായ ഈ നീതു തോമസിനും ഒരു ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2025 28ാമത് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ആൻഡ് റിസർച്ച് എന്ന വിഷയത്തിലെ അവതരണവും പ്രഭാഷണവും ഒക്കെ നടത്തിയത് നമ്മുടെ നീതു തോമസ് ആണ്. പിന്നെ ക്യാൻസർ എയ്ഡ് സൊസൈറ്റി 2025-26 ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡ്, ഈ അവാർഡും ലഭിച്ചത് ഇൻ്റർനാഷണൽ എക്സലൻസ് അവാർഡാണ്. പാലിയേറ്റീവ് കെയർ വിഭാഗങ്ങളിലുള്ള ഒരു അവാർഡാണ് സ്മൃതിക്ക് ലഭിച്ചിരുന്നത്. പിന്നെ ജനുവരിയിൽ അന്താരാഷ്ട്ര പാലിയേറ്റീവ് കോൺഫറൻസിൽ വെച്ച് ഡോക്ടറി MDA പുരസ്കാരവും ക്യാഷ് അവാർഡും ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഈ അവാർഡുകളിലും സ്ഥാനമാനങ്ങളെല്ലാം ലഭിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നീതു തോമസിനെയും ആദരിക്കുവാനായിട്ട് സഭയായിട്ട് തീരുമാനിക്കുകയായിരുന്നു, കമ്മിറ്റിയായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഈ പ്രിയപ്പെട്ട നീതിനെ ഷാൾ അണിയിക്കുന്നതിന് വേണ്ടി മേഴ്സി അവനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷാൾ സ്വീകരിക്കുന്നു, നീതിനെ ക്ഷണിക്കുന്നു. ഇതിന് ഒരു മൊമെൻ്റോ നൽകുന്നതിൻ്റെ പ്രിയ ആഷിഖിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം ഗിഫ്റ്റ് നൽകുന്നതിന് IV സാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദിയുണ്ട് എല്ലാവർക്കും. ഇത്രയും സമയം നമ്മളെല്ലാവരും ഇങ്ങനെ ഇതിന് ശേഷം കണ്ട ഇത്രയും സമയമായിട്ട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി 10:45 കഴിഞ്ഞു 10:50 ആകുന്നു. നമ്മൾ ഇത്രയും ക്ഷമയോടുകൂടി ഇരുന്ന എല്ലാവരോടുള്ള നന്ദി സ്നേഹത്തെയും അർപ്പിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനും കമ്മിറ്റിക്കാരും ഇതിനു വേണ്ടി വളരെയധികം ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കൊരു ആദരവൊക്കെ നൽകണമെന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ തന്നെ അതിനുള്ളൊരു അവസരം വന്നിരുന്നില്ല. ഒരു പ്രത്യേക വേദി തിരഞ്ഞെടുത്തിരുന്നെങ്കിലും അതൊരു സാധ്യമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആരാധനയുടെ മധ്യത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തത്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടുകാരൻ പ്രവർത്തന മാക്സിമം അച്ഛനെ ക്ഷണിച്ചുള്ളൂ. അഭിനന്ദനായിട്ടുള്ള റൈറ്റ് റെവറൻഡ് VS ഫ്രാൻസിസ് ത്രിമേനി, ബഹുമാനപ്പെട്ട ഡാലി ഫ്രാൻസിസ് കൊച്ചമ്മ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ്മോൻ ജോർജ് സാറ്, എത്ര ബഹുമാനമുള്ള പ്രിയപ്പെട്ട നീതു തോമസ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞു വളരെ സന്തോഷമുള്ള നിമിഷത്താണ് വേണ്ടിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ ആരാധന ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കഴിഞ്ഞ അധികം ആളുകൾ ഇന്നത്തെ തിങ്ങി നിറഞ്ഞ ഒരു ആരാധന സമൂഹത്തെ കണ്ടതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസം മാറ്റിവെച്ച് കടന്നു വന്ന് ഈ പ്രത്യേക അനുമോദന ചടങ്ങ് സജീവമാക്കിയതിന് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ ഏറ്റവും മഹത്തായിട്ടുള്ള സമ്മാനമാണ് അഭിനന്ദിയ റൈറ്റ് റെവറൻഡ് VS ഫ്രാൻസിസ് ത്രിമേനി. നമ്മൾ മഹാടവയുടെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ CSC സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് ഇന്നത്തെ തിരഞ്ഞെടുപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമുള്ള കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞതൊന്നും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.
അഭിനന്ദ തിരുമേനി ആരംഭം കുറിച്ചത് ഒരു മിഷനറി ആയിട്ട്. ഇവിടെ ആളുകൾ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഒരു അപ്പിയറൻസ്, എപ്പോഴും കാൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു മിഷനറി ആയിട്ട് പ്രവർത്തിച്ച് അവിടുന്ന് കാൽനടയായിട്ട് പല നാടും വീടും തോടും കടന്ന് കർത്താവിനെ വേല ചെയ്യാനായിട്ട് തിരുമേനി സന്നദ്ധനായിരുന്നു. മാത്രമല്ല കുറെ കഴിഞ്ഞപ്പോൾ ഒരു മിഷണറി പാസ്റ്ററായിട്ട് തിരുമേനി മാറി. അതും ഹലേജ് ഭാഗത്ത് ഇതുപോലെ സൗകര്യമൊന്നുമില്ല, അവിടെ ഒരു മിഷണറി പാസ്റ്ററായിട്ട് മാറി. തുടർന്ന് തിരുമേനി മഹാടവയുടെ മിഷൻ കോർഡിനേറ്ററായിട്ടും മിഷൻ ഡയറക്ടറായിട്ടും മാറ്റപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഏവർക്കും അഭിമാനകരമായിട്ട് ഒരു മഹാടവയുടെ മിഷണറി ബിഷപ്പായിട്ട് തിരുമേനി മാറ്റപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്രത്തോളം ആത്മാർത്ഥമായിട്ട് വളരെ അർപ്പണബോധത്തോടുകൂടെ തിരുമേനി പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ ഫലമാണ്, ദൈവം നൽകിയ ഒരു റിവാർഡാണ്, ഒരു അവാർഡാണ് ഈ സ്ഥാനലബ്ധി എന്ന് യാതൊരു സംശയമില്ല. ബിഷപ്പാകാൻ വേണ്ടി തിരുമേനി ഒട്ടും ആഗ്രഹിച്ച ആളല്ല, നമുക്കറിയാം, അതിൻ്റെ സാഹചര്യമൊക്കെ നമുക്കറിയാം. എന്നിട്ടും തിരുമേനിയെ അത് തേടിയെത്തുകയായിരുന്നു. തിരുമേനി ആരോടും വോട്ട് ചോദിച്ചില്ല. ആരോട്ട് ചോദിക്കാതെ ആളുകൾ തിരുമേനിയെ അപ്രകാരം കണ്ടെത്തിക്കൊണ്ട് വോട്ട് നൽകിക്കൊണ്ട് മഹാടവയുടെ അധ്യക്ഷനാണ് ഉയർത്തിയത്. ആ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ഉറച്ച് വിശ്വസിക്കുകയാണ്. കൂടാതെ തിരുമേനി അതിനുശേഷം വിവിധ തലങ്ങളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചു. നമ്മുടെ ബൈബിൾ സെമിനാരിയുടെ വൈസ് പ്രസിഡന്റായിട്ട്, കടമൂല വൈദിക സെമിനാരിയുടെ വൈസ് പ്രസിഡന്റായിട്ട്, CSI സെനറ്റിന്റെ ആദിവാസി ദളിത് ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർമാനായിട്ടൊക്കെ തിരുമേനി പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല സൗത്ത് കേരള മഹാടവയുടെ മോഡറേറ്റർ കമ്മീഷണറി ആയിട്ട്, തുടർന്ന് ബിഷപ്പ് ഇൻചാർജായിട്ടും, കൂടാതെ കൊല്ലംകൊട്ടാരം മഹാടവയുടെ മോഡറേറ്റർ കമ്മീഷണറി ആയിട്ടും ബിഷപ്പ് ഇൻചാർജായിട്ടും തിരുമേനി അവിടെ പ്രവർത്തിക്കുകയുണ്ടായി. ഒരേ സമയത്ത് തന്നെ 3 മഹാടവ ചുമതലയാണ് തിരുമേനി അത് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുക, അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം റെഡിയായി. ആ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോഴും എവിടെ പോയാലും വളരെ എളിമയോടെ താഴ്മയോടെ തന്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന തിരുമേനി. നമ്മുടെ ശേഷി സഭയ്ക്കുന്ന 26 മഹാടവകയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലും ജാഫ്രയിലും ഉൾപ്പെടെ, അതുപോലെ നോർത്ത് അമേരിക്ക ഉൾപ്പെടെ 26 മഹാടവയുണ്ട്. ആ 26 മഹാടവയ്ക്കും ഒരു ഡെപ്യൂട്ടി മോഡറേറ്ററായി നമ്മുടെ മഹാടവയിൽ നിന്ന് ഒരു ബിഷപ്പ് ആദ്യമായിട്ടാണ്. ഇതുവരെ 24 മഹാടവ ഉള്ളായിരുന്നു. എന്നാൽ 26 മഹാടവയ്ക്കും അഭിമാനകരമായിട്ട് 26 മഹാടവയ്ക്ക് വളരെയധികം നേട്ടമുണ്ടായിക്കൊണ്ട് ഒരു ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് നമ്മുടെ മഹാടവയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്ഥാനം ആദ്യത്തെ സ്ഥാനമാണ്. അത് തേടിയെത്തിയത് അഭിനന്ദ തിരുമേനിയ. ഒരു കാര്യം നിശബ്ദമായി പറയാം, ഒരിക്കൽ തിരുമേനി ഈ കാര്യം ആഗ്രഹിച്ച ആളല്ല. പല ആവർത്തി സിനഡ് ഓഫീസേഴ്സ്, മറ്റുള്ള ബിഷപ്പന്മാര്, മറ്റുള്ള അഭിധികാംക്ഷകളൊക്കെ തിരുമേനി ഫോനെ വിളിച്ചും നേരിൽ കണ്ടും പറഞ്ഞു, തിരുമേനി ഡെപ്യൂട്ടി മോഡറേറ്റർ പദവി വേക്കൻ്റ് ആയിട്ടിരിക്കുന്നു, തിരുമേനി ആവണം, തിരുമേനിയാണ് സീനിയർ ബിഷപ്പ് കേരളത്തിലെ, തിരുമേനി ആവണം എന്ന് പറഞ്ഞപ്പോഴും തിരുമേനി വേണ്ട, മറ്റാർക്കെങ്കിലും കൊടുക്ക്, ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് നാം മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ കൂടുതൽ നിർബന്ധം വന്നപ്പോൾ പറഞ്ഞു, ഒരു ഇലക്ഷൻ വന്നാൽ ഞാൻ ഇലക്ഷൻ നിൽക്കാൻ തയ്യാറല്ല, ഒരിക്കലും ഇലക്ഷൻ ഇല്ലാതെ നിങ്ങൾ എന്നെ അപ്രകാരം പ്രപ്പോസ് ചെയ്യുന്നെങ്കിൽ, ഒരുപക്ഷെ എല്ലാവർക്കും അത് ആഗ്രഹമെങ്കിൽ, എല്ലാവരും തീരുമാനമാണെങ്കിൽ മാത്രം അംഗീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിനയത്തോടെ എളിമയോടെ അത് ഏറ്റുവാങ്ങുകയായിരുന്നു. അതാണ് അഭിനന്ദ തിരുമേനിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇന്നും CSI സെനറ്റിലെ ഓഫീസേഴ്സും മറ്റുള്ള ഡയറക്ടേഴ്സും ഒക്കെ പറയും, ഒരു ബസ് കയറി സെനറ്റിൽ ഓഫീസിൽ ചെന്ന് മീറ്റിംഗ് കൂടുന്ന ഒരു ബിഷപ്പാണ് BS ഫ്രാൻസിസ് തിരുമേനി. അവിടെ ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഷപ്പുമാർക്ക് വണ്ടിയുണ്ട്, വണ്ടി വിടാൻ കാറൊക്കെ ഉണ്ടെന്നാൽ പലപ്പോഴും അതൊക്കെ വേണമെന്ന് വെച്ചിട്ട് കേവലം ഓട്ടോറിക്ഷ പിടിച്ച് സെനറ്റ് ഓഫീസിൽ പോകുന്ന ഒരു ബിഷപ്പാണ് BS ഫ്രാൻസിസ് തിരുമേനി. പ്രിയമുള്ളവരെ, ഞാൻ കണ്ട കാര്യമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ തിരുമേനി ആദ്യം ചെയ്യുന്നത് പെട്ടിയെല്ലാം അവിടെ പുറകിൽ വെച്ചിട്ട് ഓടി വെസ്ലി പള്ളിയിൽ പോകും. വെസ്ലി പള്ളി തൊട്ടടുത്ത പള്ളിയാണ്. വെസ്ലി പള്ളിയിൽ പോയി മുട്ടുമടക്കും, പ്രാർത്ഥിക്കും. അതിനുശേഷം മടങ്ങി വന്നിട്ട് വഴിയോരത്തുള്ള ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ പോയിട്ട് ഒരു സ്ട്രോങ് ചായ പറയും. ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ആ മനുഷ്യൻ ചിരിച്ച് തിരുമേനിക്ക് ഒരു സല്യൂട്ട് കൊടുക്കും. തിരുമേനി തിരിച്ചും കൈ ഉയർത്തി സല്യൂട്ട് കൊടുക്കും. ആ ചായ കുടിച്ച് അപ്രകാരം വെളുമയോടെ താഴ്മയോടെ പ്രവർത്തിക്കുന്ന ഒരു തിരുമേനി ദൈവം നമ്മളെ നൽകിയ ഒരു പദവിയാണ്. ഒരു സംശയമില്ല, നമുക്ക് അഭിമാനമാണ്, നമുക്ക് അനുഗ്രഹമാണ്. ദൈവം വലിയ തിരുമേനി ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഇത്രയും പദവി ഉണ്ടായിട്ടും മാവിന് കാ കൂടുമ്പോൾ അതിന് ശിഖരം താഴോട്ട് കുരിഞ്ഞു വരുന്ന പോലെ തിരുമേനി ഓരോ ദിവസം എഴുതോറും കുരിഞ്ഞു താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ എളിമയും താഴ്മയുള്ളത് കൊണ്ട് എവിടെ പോയാലും, ആരുമായി സംസാരിക്കാനും,
ആര്യമായി ഇടപെടാനും ചിരിക്കാനും പ്രവർത്തിക്കാനും ശത്രുവാകട്ടെ മിത്രമാകട്ടെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് തന്നെ മേച്ചു തിരുത്താനും സംസാരിക്കാനും ഇടപെടാനും ഒക്കെ മനസ്സുള്ള ഒരു തിരുമേനി നമുക്ക് അഭിമാനമാണ്. തിരുമേനി ഓർത്ത് ഞങ്ങൾ സഭയായിട്ട് വളരെ ശക്തമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. ദൈവം ഇനിയും ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ഇന്ന് പ്രകാരം കടന്നു വന്ന് ഈ ഒരു ചെറിയ ചടങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ ഹൃദയംഗമമായിട്ടുള്ള ഈ അനുമോദിതമായ തിരുമേനിയെ ദൈവം ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജോസഫ് സാർ പറഞ്ഞതുപോലെ ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിട്ടും അതിന് അധികാരത്തിൻ്റെയോ ആ പദവിയുടെ യാതൊരുവിധ ഒരു ഗമയുമില്ലാതെ അതിൻ്റെ അഹങ്കാരമില്ലാതെ ഇപ്പോഴും എളിമയോടെ ജീവിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ്, അനുഗ്രഹമാണ്. തിരുമേനി ഇനിയും ഉയർത്തിക്കൊണ്ടിരിക്കട്ടെ. ഈ ബെക്കടെ പള്ളി തിരുമേനി സ്വന്തം പള്ളിയാണ്. തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണം തിരുമേനിക്ക് വരാനും ഈ പ്രിയപ്പെട്ട നമ്മളെ ഓരോരുത്തരെയും ആശീർവദിക്കാനും തിരുമേനിക്ക് എപ്പോഴും തിരുമേനി സന്നദ്ധനാണ്. തിരുമേനി വരുന്നത് എപ്പോഴും അനുഗ്രഹമാണ്. തിരുമേനി വരുമ്പോൾ അന്ന് എന്തില്ല സന്തോഷമാണ്. തിരുമേനി കൊച്ചമ്മയും കടന്നു വരുന്നത്. തിരുമേനി ദൈവം ഇനി ഇടിയാക്കട്ടെ. ഇനി ദൈവം അനുഭവിച്ചാൽ അടുത്ത കുറേ വർഷം കൂടെ നമ്മളൊപ്പം തിരുമേനിയുണ്ട്. ആ വർഷം മുഴുവൻ ഈ ബെക്കടെ സഭയെ തിരുമേനി ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനിയുടെ ആശീർവാദവും സന്ദേശം നൽകി ഈ സഭയെ ഉദ്ധരിക്കണമേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലം മാത്രമല്ല, ഈ കാലകാലങ്ങളിൽ നല്ല അച്ഛന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണയാണ് തിരുമേനി നൽകിയത്. തിരുമേനി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുമേനി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തിരുമേനി പ്രസംഗം ശക്തമായ പ്രസംഗമായിരുന്നു. തിരുമേനി പറഞ്ഞു, എല്ലാ ആളുകളെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന, എല്ലാവരെയും ആശ്രയിച്ച സഭയായി മാറണം. ഈ ബെക്കടെ സഭ തിരുമേനി അപ്രകാരം അയക്കുന്നതിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുള്ള കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ ജനങ്ങളൊക്കെ ശക്തമായിട്ട് വിശാല മനസ്സോടെ അപ്രകാരം ആളുകളെ ആശ്ലേഷിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. തിരുമേനി സമീപ ഭാവിയിൽ തിരുമേനിക്ക് അറിയാമല്ലോ, ഈ പള്ളി കൊച്ചു പള്ളിയാണ്. എന്നാൽ സമീപ ഭാവി അടുത്ത 10 വർഷം കൊണ്ട് ഒരു 10,000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു പള്ളിയാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കൊണ്ട് തിരുമേനി അതിനെ ഞങ്ങൾക്ക് അനുഭവം നൽകണമെന്നുള്ള അപേക്ഷ ഞങ്ങൾ ഈ സമയത്ത് വയ്ക്കുകയാണ്. അപേക്ഷ തയ്യാറായിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ വളരെ ഔദ്യോഗികമായിട്ട് വളരെ ബഹുമാനത്തോടെ ആ തിരുമേനിക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ സ്വീകരിച്ച് മനോഹരമായിട്ടുള്ള ദേവാലയം കെട്ടിപ്പണിയാനായിട്ടുള്ള അനുഭവം തന്ന് ഞാൻ അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി അപ്രകാരം ഒരു ദേവാലയം പണിയുമ്പോൾ ഈ പള്ളിയുടെ കോമ്പൗണ്ട് എന്നെക്കാൾ ഉപരിയായിട്ട് തിരുമേനിക്ക് ഓരോ ഇഞ്ചും അറിയാം. എത്ര അടി നീളമുണ്ട്, എത്ര അടി വീതിയുണ്ട് തിരുമേനിക്ക് അറിയാം. തിരുമേനി മുമ്പായിട്ട് അല്പം കൂടെ സ്ഥലം പള്ളിക്ക് നൽകി ഈ പള്ളി പണിയാനായിട്ട് തിരുമേനി അനുവദിക്കുന്നത് മാത്രമാണ് വിനയമായി അഭ്യർത്ഥന. തിരുമേനി അത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. തിരുമേനി ഡെപ്യൂട്ടി മോഡറേറ്റർ ആയത് ബെക്കടെ സഭയ്ക്ക് അഭിമാനമാണ്. അത് നേട്ടമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ പള്ളി വിശാലമാക്കാനായിട്ട് അല്പം കൂടെ ഇടം നൽകി ഈ പള്ളി അനുഗ്രഹിക്കുവാനായിട്ട് തിരുമേനി ശ്രമിക്കണമേ എന്നുള്ള വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥന സഭയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഭയുടെ എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസയും നൽകുന്നു. തിരുമേനിയുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത് എനിക്ക് അനുഗ്രഹമാണ്. ഓരോ കാര്യങ്ങളിൽ തിരുമേനിയുടെ ഓരോ പ്രവർത്തനമൊക്കെ എപ്പോഴും ഞാൻ വളരെ അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ്. ഇത് ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. പറയാൻ ആഗ്രഹമുണ്ട്, സമയം പാടുന്നതായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയ കൊച്ചമ്മ, സ്നേഹമുള്ളവരെ, വളരെ ലാളിത്യത്തോടെ വളരെ എളിമയോടെ ഒരു ശുശ്രൂഷ കുടുംബമായിട്ട് സ്വന്തം മഠാവിൻ്റെ ഓരോ നേട്ടത്തിൽ അഭിമാനിച്ചുകൊണ്ട് ഓരോ ഇഞ്ചും കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് പ്രിയപ്പെട്ട കൊച്ചമ്മ. അറിയാമോ, തിരുമേനി പല സ്ഥലത്തും യാത്ര പോകുമ്പോൾ, പ്രസംഗിക്കാൻ പോകുമ്പോൾ, ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ തിരുമേനിക്ക് കൊച്ചമ്മയ്ക്ക് എന്താ പോകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു മടിയും കൂടാതെ ബിഷപ്പ് ഹൗസിലുള്ള ചാപ്പലിൽ കയറി മുട്ടുമടക്കി തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യയാണ് പ്രിയപ്പെട്ട ഡാളി ഫ്രാൻസിസ് കൊച്ചമ്മ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊച്ചമ്മ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊച്ചമ്മയുടെ ആദ്യത്തെ സൽക്കാരം എപ്പോഴും വളരെ പ്രസിദ്ധമാണ്. എവിടെ പോയാൽ ആരെല്ലാം വന്നാലും വലുപ്പം ചെറുപ്പം നോക്കിയില്ല. ആരെല്ലാം ബിഷപ്പ് വന്നാലും അവർക്കൊരു ഗ്ലാസ് കാപ്പി, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് കൊച്ചമ്മ തയ്യാറാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, ഇങ്ങനെ ഒരുമിച്ച് ദൂരസ്ഥലത്ത് യാത്ര ചെയ്യും. മണിക്ക് വരുമ്പോൾ എല്ലാം ഒരുപോലെ ക്ഷീണിതരാം. പക്ഷെ മണിക്ക് വന്ന ശേഷം കൊച്ചമ്മ ആദ്യം ചെയ്ത് ഓടിപ്പോയി അടുക്കളയിൽ പോയി തിരുമ്പിൻ്റെ ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കാപ്പി കൊണ്ടു നൽകുന്നത് ഞാൻ അന്തപ്പെട്ട് പോയിട്ടുണ്ട്. கொஞ்சம் ക്ഷീണമില്ലേ, അവർക്ക് ശാരീരികമായ പ്രയാസമില്ലേ, അതൊന്നും വകവയ്ക്കാതെ അപ്രകാരം ആതിഥ്യത്തോടെ ഞങ്ങൾ സംഘ കൊച്ചമ്മ ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഫ്രാങ്കലിനെ പച്ചമ്മയെ ഓർത്ത് സ്തുതിക്കുക. 2 മക്കളെ ദൈവം നൽകി. ആ മക്കളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് വരിക. തീർച്ചയായിട്ടും നീതിമാന്മാരെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നതിന് യാതൊരു സംശയമില്ല. അവരും അനുഗ്രഹം പ്രാപിച്ച് ശക്തമായി മുന്നേറ്റം പ്രാർത്ഥിച്ചുകൊണ്ട് തിരുമേനി കൊച്ചമ്മയ്ക്കും സഭയുടെ എല്ലാ അനുമോദനങ്ങളും ആശംസകളും വീണ്ടും ഞാൻ ഒരിക്കലൂടെ അർപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഡോക്ടർ ജോസ്മോൻ സാറ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട സാറിൻ്റെ പ്രവർത്തനവും വളർച്ചയും ഒക്കെ വളരെ അത്ഭുതകരമാണ്. ഒരു മരം വളരുന്നത് പോലെയാണ്. ആദ്യം സാറ് ബൈബിൾ ഇന്ത്യയുടെ പഞ്ചായത്ത് ലെവൽ അധികാരിയായിരുന്നു. ശേഷം ഒരു മേലുകാവ് ഒരു റീജിയന്റെ അധികാരിയായി മാറി. തുടർന്ന് ജില്ലയുടെ കോർഡിനേറ്ററായി മാറി, റീജിയന്റെ കോർഡിനേറ്ററായി മാറി, കേരള ഓക്സിലറിയുടെ ഒരു കമ്മിറ്റി അംഗമായി മാറി. മാത്രമല്ല ഇപ്പോൾ നാഷണൽ ലെവലിൽ, ദേശീയ ലെവലിൽ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായി മാറിയിരിക്കുകയാണ്. ഓരോ കാറ്റ് വരുമ്പോഴും ഓരോ പ്രൊമോഷനാണ് ഈ ജോസ്മോൻ ഡോക്ടർ ലഭിക്കുന്നത്. ഞങ്ങളൊക്കെ 8-10 വർഷം കാത്തിരുന്നിട്ടാണ് ഓരോ പ്രൊമോഷൻ ലഭിക്കുക. ഈ സാധനം എങ്ങനെ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ മാസവും ഓരോ പദവി, ഓരോ പ്രൊമോഷൻ. അതിൻ്റെ അർത്ഥം എന്താ? അത്രത്തോളം ആത്മാർത്ഥതയോടെ സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസ്മോൻ സാറ് മഹാദേവയുടെ ആത്മായ സെക്രട്ടറി ആയിരുന്നു. എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിക്കുക. CSI സിനഡിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. അന്നൊക്കെ മഹാദേവിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വാതോരാതെ പറയുവാനായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലൊക്കെ പറയാനുള്ള പ്രാവീണ്യം ഡോക്ടറിനുണ്ട്. തീർച്ചയായും ഡോക്ടർ ടീമോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ ഓർത്ത് സ്തുതിക്കുകയാണ്. ഡോക്ടറുടെ നേട്ടം സഭ നേട്ടമായി കണക്കാക്കുന്നു. ദൈവമായ ഡോക്ടറെയും പ്രിയപ്പെട്ട കുടുംബമായ ലീച്ചേച്ചിയും മോളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. നീതു തോമസ് നമ്മുടെ സ്വന്തം സഹോദരിയ. പാലിയേറ്റീവ് നമുക്കറിയാം. കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ആളുകൾ അവരടിയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് മനസ്സ് കാണിച്ച ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട നീതു തോമസ്. പ്രിയമുള്ളവർ, നമുക്കറിയാം ക്യാൻസർ പേഷ്യന്റ്, തീരാരോഗികള്, കിടപ്പ് രോഗികള്, ഒട്ടമ്മ പറയാൻ ആളില്ല, കാണാൻ ആളില്ല, നോക്കാൻ ആളില്ല, മലമെടുക്കണം, മൂത്രമെടുക്കണം, അതുപോലെ കഷ്ടപ്പെട്ട ആളുകൾ അവരിൽ ഇറങ്ങിച്ചെന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് പാലിയേറ്റീവ് കെയർ. അതില് പുതിയ പുതിയ ഗവേഷണം നടത്തി, പുതിയ പുതിയ ശുശ്രൂഷ മേഖലയെ കണ്ടെത്തി അത് പ്രാവർത്തികമാക്കി ഇന്ന് സഭയ്ക്ക് അഭിമാനമായി, നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനമായി, ദേശത്തിന് നാടിന് അഭിമാനമായി ഇന്ന് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അവാർഡാണ് നീതു തോമസിന് ലഭിച്ചിട്ടുള്ളത്. അഭിമാനം കൊള്ളുക. നീതുവിന് വലിയ പ്രവർത്തനത്തെയോ സ്തുതിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. നീ ശക്തമായി മുന്നേറാനായിട്ട് നമുക്കറിയാം, നമ്മുടെ ദേശത്ത് നാം അറിയപ്പെടുന്ന മദർ തെരേസയെ പോലെ, നൈറ്റിംഗലെ പോലെ ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ല ഒരു പാലിയേറ്റീവ് കെയർ ഒരു പ്രവർത്തകയായി ഇനിയും മാറുവാൻ, പുതിയ ഗവേഷണം നടത്തുവാനായിട്ട് മെഡിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ക്ഷമിച്ചിരുന്ന എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇപ്പോൾ മറുപടി പ്രസംഗത്തിനായിട്ട് നമുക്ക് ആദോദരിക്കാം. കർത്താവ് ഇതുപോലെ അവസരം ഇനി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന തമ്പുരാൻ എല്ലാവരെയും ഇപ്പോഴെപ്പോഴും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അച്ഛൻ പറഞ്ഞ പോലെയും നമ്മുടെ ബാബു സാർ പറഞ്ഞ പോലെയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. കാരണം അച്ഛൻ്റെ സ്വാധീനം ഈ സഭയെ എന്തുമാത്രം സ്വാധീനിച്ചു, പ്രത്യേകിച്ച് കമ്മിറ്റിയൊക്കെ സ്വാധീനിച്ചെന്ന് പറയേണ്ടതില്ലല്ലോ. ബാബു സാറിൻ്റെ ആ പ്രസംഗം കേട്ടപ്പം എനിക്ക് തോന്നി അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒരാൾ ബാബു സാർ. പറഞ്ഞ എല്ലാ വാക്കുകളും അതിനെല്ലാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത്രയും സ്നേഹമുള്ള മാക്സിൻ ജോൺ അച്ഛൻ, അത്രയും സ്നേഹമുള്ള ഡോക്ടർ ജോസ്മോൻ, പ്രിയ നീതു, പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, സഭയുടെ ചുമതലക്കാർ, പ്രത്യേകിച്ച് കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, പ്രിയപ്പെട്ട PR അച്ഛൻ, സംഘടനാ ഭാരവാഹികളെ, ഞങ്ങളെ അനുമോദനം അർപ്പിച്ച ഷാളുകൾ നൽകുകയും സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ അനുമോദിച്ച എല്ലാവരുമേ, പ്രിയപ്പെട്ട സഭാമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ഡോക്ടർ ജോസ്മോനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മഹാദേവിൽ നിന്നും ഒരു വ്യക്തി ബൈബിൾ സൊസൈറ്റിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അത് നമ്മെ സംബന്ധിച്ച് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നമുക്കറിയാം, KJ സൗമൽ തിരുമേനി ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ കേരള ഓക്സിജൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ചു. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രിയ ഡോക്ടർ ജോസ്മോൻ. അച്ഛനിവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു
ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് കേരള ഓക്സിലറിയിലും തുടർന്ന് നാഷണൽ ബൈബിൾ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കറിയാം, ഇന്ത്യയിലുള്ള എല്ലാ ഓക്സിലറികളെയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയും. വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അതിൽ ഒരാളായിട്ട് നമ്മുടെ പ്രിയ ജോസ്മോ ഡോക്ടർ ദൈവം തിരഞ്ഞെടുത്തു. അതിൽ ബൈബിൾ സൊസൈറ്റി ആകമാനമായും ഞങ്ങൾ കേരള ഓക്സിലറി പ്രത്യേകമായും സന്തോഷിക്കുകയും പ്രത്യേകിച്ച് ഡോക്ടറെ ഈ സമയത്ത് അനുമോദിക്കുകയും ചെയ്യും. ഡോക്ടറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഔദ്യോഗിക തലത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു പരിചയം ആണുള്ളത്. അതിനു മുമ്പ് ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഡയസസിൻ്റെ ട്രഷററായിട്ട് വരുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു തുടക്കം. ആ സമയത്ത് ഞങ്ങൾ ഒരു ടീമായിട്ടാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അത് നല്ലൊരു കാലയളവായി ഞാൻ കാണുന്നു. അവരുടെ ആ ഒരു ദീർഘവീക്ഷണവും ആ ടീം, അന്നുണ്ടായിരുന്ന ടീം അംഗങ്ങളെല്ലാവരും, ഡോക്ടർ സെക്രട്ടറി ആയിരുന്നു, അന്നത്തെ മറ്റ് ഓഫീസേഴ്സ് എല്ലാം ഞാൻ സമയത്ത് ഓർക്കും. വളരെ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ മഹാളിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിപ്പാൻ ആ കാലത്ത് അവർ ഉത്സുകരായിരുന്നു. അത് ഞാൻ സമയത്ത് ഓർക്കും. ട്രഷറായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഉള്ള ഇടവകാശൊക്കെ കണ്ടു പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞ് നിർബന്ധിച്ചത്. പിന്നീട് ബിഷപ്പ് സ്ഥാനാർത്ഥിയായിട്ട് അന്നും ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളതിനുള്ള പരിശ്രമങ്ങളൊക്കെയും ചെയ്തു. അന്നത്തെ അഭിനന്ദ ദാനിയേൽ തിരുമേനി, ഡോക്ടർ ജോസ്മോ, ഞങ്ങൾ എല്ലാവരും അന്നത്തെ ആ ഡയസിൻ ഓഫീസേഴ്സിൻ്റെ ടീമിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആ ഒരു പ്രവർത്തനത്തിൽ വളരെ സജീവമായി പങ്കുചേർന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും നല്ല ഒരാൾ ഇവിടെ അധ്യക്ഷനായിട്ട് വരണം എന്ന് ഞങ്ങൾ അഭിനന്ദ തിരുമേനി ഉൾപ്പെടെ വിചാരിച്ചു. അങ്ങനെ പ്രവർത്തിച്ചു. പക്ഷേ അന്ന് ഞാനൊരു സ്ഥാനാർത്ഥിയായി നിൽക്കണം എന്ന് വിചാരിച്ചില്ല. അത് നിൽക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുകയും അതിനുള്ള എല്ലാ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. പാനൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് പാനലിൽ വന്നു. പാനലിൽ പിന്നീടാണുള്ള സെലക്ഷൻ വരുന്നത്. സെലക്ഷൻ വരുമ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ബയോഡേറ്റ ഒക്കെ കൊടുക്കാൻ ഉണ്ട്. ബയോഡേറ്റ നമ്മുടെ ഒരു കൊടുക്കണം. അപ്പം അതിൻ്റെ രീതി കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. ഞാൻ ബയോഡേറ്റ കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു. അങ്ങനെ തട്ടിപ്പോവാണ്, പോക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇവരെല്ലാവരും കൂടെ ആലോചിച്ചു, ഇത് അച്ഛനെ ഏൽപ്പിച്ച് അച്ഛൻ ഇത് കൊണ്ടേ കൊടുക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് തന്നെ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞ് 2-3 ദിവസം ബാക്കി നിൽക്കേ അവർ തന്നെ ബയോഡേറ്റ എല്ലാം തയ്യാറാക്കി ഒരു പുസ്തകമാക്കി തന്നു. ഞങ്ങൾ അച്ഛൻ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടേ കൊടുക്കുകയാണ് എന്ന്. അച്ഛനെ വിശ്വാസമില്ല, കാരണം അത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം അവിടെ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അത് അപ്പം തന്നെ ഇത് ചെയ്യും, തള്ളിപ്പോകും. അത്രയും പറഞ്ഞപ്പോൾ ഞാനും മാത്തുക്കുട്ടി അച്ഛനും കൂടെ വിചാരിച്ചു, ഇവരിത്രയും പറഞ്ഞപ്പോൾ നമ്മളത് അവഗണിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കൊണ്ടേ കൊടുത്തോളാം. ഞങ്ങൾ 2 പേരും കൂടെ അവിടെ കൊണ്ടേ കൊടുത്തു. വളരെ കൂളായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ പോയി കാര്യങ്ങളെല്ലാം അവസാനം നമ്മൾ അറിയുന്ന പോലെ എന്നെയാണ് സെലക്ഷൻ കമ്മിറ്റി ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. അന്നും അതിനുശേഷം ഉള്ള കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റികളിലും ഈ പ്രിയപ്പെട്ട ജോസ്മോനും ടീമംഗങ്ങളും വളരെയധികം ഡയസിസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടെ സഹകരിച്ചാണ് അവർക്ക് എല്ലാവിധമായ സപ്പോർട്ടും അവർ കൈവച്ച് നൽകി. അതുകൊണ്ട് ആ കാലഘട്ടം വളരെ ഭംഗിയായിട്ട് പോയി. പിന്നീടും അപ്രകാരം ഒരു സഹകരണത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ജോസ്മോനോടും പ്രിയ ജോസ്മോൻ്റെ സഹധർമ്മിണി പ്രിയ മോള്, അവരെ എല്ലാവരും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്രകാരം ഈ ഒരു അനുമോദന സമ്മേളനം ഇവിടെ കൂടിയതിൽ സഭയെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ മഹാഡയ്ക്ക് അതൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിനെയും ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റിയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്തും
ജോസ്മോൻ ഡോക്ടറുടെ സേവനം നമ്മുടെ മഹാഡോയ്ക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മിഷൻ ഫീൽഡുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കുമ്പോഴും നമുക്കത് വിസ്മരിക്കാൻ പറ്റിയതല്ല. ദൈവം അതെല്ലാം കണ്ടു, അദ്ദേഹത്തെ ഉയർത്തുന്നു. ദൈവത്തിന് ആദ്യം നന്ദി കരയറ്റുകയും പ്രത്യേകിച്ച് ഡോക്ടറെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രിയ നെയ്തു, നമുക്കറിയാം ആതുര ശുശ്രൂഷ രംഗത്ത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നൊരു പ്രത്യേക വിഭാഗം തന്നെയാണ്. അതിൻ്റെ അകത്ത് തന്നെ പല സെക്ഷനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പണമുണ്ടാക്കാൻ ഏറ്റവും പറ്റിയൊരു മേഖലയാണ് പാലിയേറ്റീവ് കെയർ. അങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന സഭകളും ഉണ്ട്, അതുപോലെ ആശുപത്രി നടത്തുന്ന സഭകളും സംഘടനകളും ഉണ്ട് തീർച്ചയായും. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഒരു പാലിയേറ്റീവ് കെയറിൻ്റെ ചുമതലയും അതിലൂടെ മികവിന് കിട്ടിയ അനുമോദനങ്ങളും അല്ലെങ്കിൽ അംഗീകാരങ്ങളും അത് നമ്മുടെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. തീർച്ചയായിട്ടും ആ സ്ഥാനലബ്ധിയിൽ ഞങ്ങൾ മഹാഡോയായിട്ടും പ്രത്യേകിച്ച് സന്തോഷിക്കുകയും എല്ലാവിധമായ അനുമോദനങ്ങളും ഈ സമയത്ത് മഹാഡോയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ കുടുംബമായിട്ടും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം ധാരാളമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ശുശ്രൂഷയും അവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങൾക്ക് നൽകിയ ഈ അനുമോദനം എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വിപുലമാണ് എന്നുള്ള കാര്യം മനസ്സിലായി. എങ്ങനെ അത് വിവരിക്കാൻ പറ്റത്തില്ല, അത്രയും വിപുലമാണ് നിങ്ങൾ കാണിച്ച ആ സ്നേഹവും കരുതലും. ഇപ്പോൾ മാത്രമല്ല എപ്പോഴും അത്, പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സാധാരണ വരുന്ന ആളല്ലേ, ഇപ്പം വന്നു പോകുന്നൊരു മാല ഇട്ടാലും ഒന്നൊരു കുഴപ്പവുമില്ല, അതിൻ്റെ അകത്തൊന്നും ഒരു എന്താ പറയുക ഒരു മഹത്വവും കുറയുന്നില്ല. പക്ഷേ അതെത്രയും ഇവിടെ സലോമോൻ രാജാവിനോട് രാജാവ് ഹീരാം രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവം മഹത്വപൂർണ്ണനായ ദൈവമാണ്, അതുകൊണ്ട് ആ ദൈവത്തിന് പണിയുന്ന ആലയം അത്രയും മഹത്വമായിരിക്കണം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നൽകിയ ഈ സ്വീകരണം ഇത്രയും മഹത്വപൂർണ്ണമാണ്. അത് ഞാൻ അതിനൊന്നും യോഗ്യനല്ല, അതിനെല്ലാം പ്രാപ്തിപ്പെടുത്തിയത് ദൈവം ഒരാൾ മാത്രം. അതിനാൽ നിങ്ങൾ നൽകിയ എല്ലാ അനുമോദനങ്ങളും നല്ല വാക്കും പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ദൈവം മഹത്വമെടുക്കട്ടെ. അതെൻ്റെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മേന്മയല്ല, അത് നിങ്ങളുടെ സഭയുടെ ഒരു വലിപ്പമാണ് എന്ന് ഞാൻ സമയത്ത് പറയണം. ദൈവം ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേകമായൊരു കാഴ്ചപ്പാടും ഒരു ദർശനവുമാണ് സഭയുടെ ഇപ്രകാരമുള്ള ചെയ്തികൾ. അതിന് ദൈവം ഈ സഭയെ തുടർന്നും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസ്പരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നൈയിൽ പോയിരുന്നു. പിന്നെ ഞാൻ 4 നാൾ അന്ന് വൈകുന്നേരം ഞാൻ നടക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫിനെ കണ്ടു. അദ്ദേഹം ഓഫീസ് സമയം കഴിഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു, തിരുമേനിക്ക് എന്ത് തോന്നുന്നു, ഡെപ്യൂട്ടി മോഡറേറ്റർ തിരുമേനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ചോദിച്ചു. സാധാരണ ബിഷപ്പായിട്ടുള്ള അതിന് മുമ്പ് ഏതാണ്ട് 35 വർഷത്തോളമായി ഞാൻ ഈ സെനഡ് സെൻറ്ററുമായിട്ട് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു കമ്മിറ്റിയിലേക്ക് കാണും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ മാറി മാറിയൊക്കെ വരുന്നത്. ഈ പുള്ളിക്കാരൻ അവസാനത്തെ ടൈമാണ്, 6 വർഷമായി അവിടെ സ്റ്റാഫാണ്. അതായത് തിരുമേനി എങ്ങനെയാണ് ഡെപ്യൂട്ടി മോഡറേറ്ററിന് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡെപ്യൂട്ടി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഓർമ്മ ഇങ്ങനെ വരുന്നത്. അദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിച്ചു. കുറേയധികം ചിരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, തിരുമേനി കുറേ ബിഷപ്പുമാരുടെ പേര് അദ്ദേഹം പറഞ്ഞു. അവരൊക്കെയും ഇതിനു മുമ്പ് വളരെയധികം ആഗ്രഹിക്കുകയും വളരെയധികം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥാനത്തിന് വേണ്ടി. പക്ഷേ തിരുമേനി അങ്ങനെ പരിശ്രമിച്ചതായിട്ടോ പുറകെ പോയതായിട്ടോ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ തിരുമേനി ആയി, അത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. വളരെ ജെന്യൂനായിട്ടുള്ളൊരു കമൻറ്റാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ പോരുന്നതിന് മുമ്പ് ഞാൻ ബാഗൊക്കെ എടുത്തു. അവിടെ സാധാരണ ഞാൻ തന്നെയാണ് ബാഗ് എടുക്കുക, അല്ലെ വിളിച്ചാൽ അവരൊന്ന് ബാഗ് എടുത്ത് കൊണ്ടു വെക്കോളൂ. ഞാൻ സാധാരണ കൊണ്ടുവന്ന ബാഗ്, എനിക്കതിൻ്റെ എടുക്കാവുന്ന ബാഗ് ഞാൻ സാധാരണ കൊണ്ടുപോകാറുള്ളൂ. കഴിയുന്നത്ര ലഗേജ് കുറച്ചാണ് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കാറില്ല. അവർ വരും എന്ന് തോന്നുന്ന സമയത്തിന് 2 മിനിറ്റ് മുമ്പ് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് കയറും. അത് പിന്നെ താമസിച്ച് അവരെന്ത് ചെയ്യും, അവരോടി വരും സഹായിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അല്പം നേരത്തെ അവിടെ വന്ന് ഇറങ്ങി. വണ്ടി ഉണ്ടായിരുന്നു അവിടെ.
അപ്പം അവിടുത്തെ ഒരു സ്റ്റാഫ് റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് വന്ന് ചോദിച്ചു, തിരുമേനിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഫോട്ടോയോ? അതെ ഫോട്ടോ. കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടില്ല. അല്ല തിരുമേനി അതിൽ പോയതാണ്, തിരുമേനി കണ്ടില്ല എവിടെയാ? അപ്പോൾ ഡെപ്യൂട്ടി മോഡറേറ്റർമാരുടെ ആരെല്ലാമായിരുന്നുള്ളത് ആദ്യം തൊട്ടുള്ള ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം കൊണ്ടുപോയി എന്നെ കാണിച്ചു. കുറേ ഏറ്റവും അവസാനത്തെ ഇപ്പോൾ ഈ 2025 ഫോട്ടോയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നന്നായിരിക്കുന്നത്, ഇതാരാ ചെയ്തത്? ഞങ്ങളെല്ലാം കൂടെ ചെയ്തത്, ഇത് ഇങ്ങനെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇത് ചെയ്യാന്നുള്ളത്. അതുമാത്രമല്ല പേരവിടെ ഉടനെ പേരിൽ ലക്ഷ്യം കൂടെ അദ്ദേഹം എൻ്റെ കാണിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാട്ടോ എന്ന് പറയുന്നുണ്ട്. അതും വളരെ എന്താ പറയുക, ഒരു ഹൃദയം തൊട്ടുള്ള ഒരു സംസാരങ്ങളാണ്. അവ കേൾക്കുമ്പോൾ വളരെ ഒരു സന്തോഷം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ എൻ്റെ പീരീഡ് എന്ത് ചെയ്തു കഴിഞ്ഞു. ജനുവരി 15 തീർന്നതാണ്. പിന്നെ ഇതിങ്ങോട്ട് പോകുന്നത് പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ കഴിഞ്ഞ ടേമിൽ, അതായത് 2025 വരെയുള്ള ടേമിലേക്കാണ് ഒരു ടേം ഉണ്ടായത്. നമുക്കറിയാം പിന്നെ റസാലൻ തിരുമേനി മോഡറേറ്ററായിരുന്നു. മോഡറേറ്ററായ തിരുമേനി 67ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയപ്പോൾ കുറച്ച് നാൾ ആ മോഡറേറ്റർ പദവി വേക്കൻ്റായിട്ട് കിടന്നു. അതിനുശേഷം ആ സ്ഥാനത്തേക്ക് അന്നത്തെ ഡെപ്യൂട്ടി മോഡറേറ്ററായിരുന്ന റൂബൻ മാർക്ക് തിരുമേനി മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ഡെപ്യൂട്ടി മോഡറേറ്റർ ആ സ്ഥാനം ഒഴിഞ്ഞു കിടന്നു. ആ സ്ഥാനത്തേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ കമ്മിറ്റിയുടെ പീരീഡ് പോലെ തന്നെയാണ് 3 വർഷം. 3 വർഷത്തെ ആ ഗ്യാപ്പിലാണ് ഇടയ്ക്ക് വന്ന ഗ്യാപ്പിലേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ജനുവരിയിലാണ് സാധാരണ ഇലക്ഷൻ നടക്കുന്നത്. ജനുവരി നടന്നില്ല. അടുത്ത ഇലക്ഷൻ, അതായത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത സെനറ്റ് സമ്മേളനം എപ്പോൾ നടക്കുന്നു അന്ന് മോഡറേറ്റർ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടും, പുതിയ ഓഫീസർ തിരഞ്ഞെടുക്കപ്പെടും. അതുവരെയാണ് ഈ പദവിയുള്ളത്. അതുകൊണ്ട് ഞാൻ അച്ഛനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി ഒരു സൺഡേ ഇവിടെ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ സൺഡേ ഒന്നും ഇല്ലല്ലോ ഒന്നും, കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്ന് ചോദിച്ചു. തിരുമേനി കുറച്ച് കഴിയാതെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു ഒത്തിരി താമസം ഒരു കുഴപ്പമുണ്ട്, എന്ത് കാണത്തില്ല, ഡെപ്യൂട്ടി മോഡറേറ്റർ എന്നുള്ള സ്ഥാനം കാണത്തില്ല, ഞാൻ സാധാരണ പള്ളി വരുന്നവരെ വരും, അതുകൊണ്ട് അന്നേരം പറഞ്ഞ് അടുത്ത ഏതെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ സൺഡേയുടെ കാര്യം കൊടുത്തത്. കൊച്ചിൻ ഡയസിൻ്റെ കൺവെൻഷൻ പ്രസംഗത്തിന് ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ വലിയ പ്രസംഗകനാണ്. ഞാനോട് പറഞ്ഞു, അതിന് പറഞ്ഞു തിരുമേനി മേടിക്കൊന്നും വേണ്ട, ഉദ്ഘാടനം ആണ്, അതുകൊണ്ട് പ്രസംഗിക്കാൻ വേറൊരാളുണ്ട്, അതുകൊണ്ട് തിരുമേനിക്ക് ധൈര്യമായിട്ട് വരാം എന്ന് പറഞ്ഞു. മാത്രമല്ല ഡെപ്യൂട്ടി മോഡറേറ്ററാണ് അതുകൊണ്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പ്രോഗ്രാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം തിരുമേനി, ഡെപ്യൂട്ടി എന്ന് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം, ഒരു വാക്ക് എഴുതാനുള്ള ഗ്യാപ്പ് ഇട്ടേക്കണം. കാരണം അത് വരുന്നത് ഫെബ്രുവരി മാസത്തിലാണ് വരുന്നത്. ഫെബ്രുവരി മാസത്തിൽ വരുന്നതുകൊണ്ട് ജനുവരിയിൽ എന്ത് ചെയ്യേണ്ടതാണ്, ജനുവരി ഇത് തീർന്നു പോകും. അതുകൊണ്ട് മുൻ എന്ന് ഞാൻ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ അന്ന് ഡെപ്യൂട്ടി സ്ഥാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, പേനയും കണ്ടാണെങ്കിലും മുൻ എഴുതാനൊരു സ്പേസ് അവിടെ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. ഞാനവിടെ പ്രസംഗിക്കാറുണ്ട്. ഉദ്ഘാടനം ചെന്നപ്പം അവർ തിരുമേനി ആ കാര്യം പറഞ്ഞു. എല്ലാവരും കൂടെ ഭയങ്കര ഒരു ചിരി ചിരിച്ചു. ഞാൻ പറഞ്ഞത് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അറിയാതെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാം ദൈവം അറിഞ്ഞാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് എല്ലാം ഒരു പദ്ധതികളുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ആ പദ്ധതിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്ന് ഞാൻ കരുതുകയും അതുകൊണ്ട് ദൈവ തൃപ്പാദത്തിൽ ഞാൻ വ്യക്തിപരമായി അതുപോലെ ഞങ്ങൾ കുടുംബമായും തലവണക്കുന്നു. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ സാധ്യമല്ല. ഇത് നമുക്ക് ലഭ്യമാകുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ സ്റ്റാഫ് ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുമേനി നിങ്ങളുടെ ഡയസിസ് ഒരു ഭാഗ്യമുള്ള ഡയസിസാണ്. ഈസ്റ്റ് കേരള മഹാടവ ഒരു ഭാഗ്യമുള്ള മഹാടവയാണ്. കാരണം അത് രൂപീകരിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ടുകളൊന്നും ആയില്ല. പക്ഷേ ഇതിനിടയിൽ 2 ഡെപ്യൂട്ടി മോഡറേറ്റർമാർ അവിടെ നിന്നുണ്ടായി. 25 വർഷം മുമ്പാണ് സാമുൽ തിരുമേനി ഡെപ്യൂട്ടി മോഡറേറ്റർ വന്നത്. ഇതേ 25 വർഷം കൃത്യം കഴിഞ്ഞപ്പോൾ 2000 വർഷത്തിലാണ് അഭിനന്ദ തിരുമേനി 1999 2000 തിരുമേനി ഡെപ്യൂട്ടി മോഡറേറ്റർ ആയത്. ആ 2000 നമുക്ക് കണക്കൂട്ടിയാൽ 2000 കഴിഞ്ഞപ്പോൾ
2025 കൃത്യം 25 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മഹാടവയ്ക്ക് ഒരു ഡെപ്യൂട്ടി മോഡറേറ്ററും കിട്ടി. വേറെ അനേകം മഹാടവയ്ക്ക് പാരമ്പര്യമുള്ള പല മഹാടവയ്ക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് നിങ്ങളുടെ ഡയസിന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു ദൈവത്തിൻ്റെ ഒരു കൃപയെന്ന് പറയാതിരിക്കാൻ തരമില്ല. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സഭാമക്കളുടെ അകമഴിഞ്ഞുള്ള പ്രാർത്ഥനയും അവരുടെ ആ സുവിശേഷത്തിലുള്ള താല്പര്യവും ഒന്നുകൊണ്ട് മാത്രം എന്ന് ഞാൻ മനസ്സിലാക്കും. അതോർത്ത് ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി കരയറ്റും. അപ്പോൾ തുടർന്നും ഇന്ന് കേട്ടതുപോലെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകാൻ നമ്മൾ ഉത്സാഹിക്കുക. തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ദൈവമാണ് തരുന്നത്. അനുഗ്രഹങ്ങളുടെ പുറകെ പോകേണ്ടതില്ല. നമ്മൾ ദൈവത്തെ അനുഗ്രഹിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ പിന്നാലെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനമാനങ്ങൾക്ക് പുറകെ പോകേണ്ടതില്ല, സ്ഥാനമാനങ്ങൾ നമ്മെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ദൈവഭക്തനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ അന്നും ഇന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ, നേരെ വാ നേരെ പോ ഏതുമാണ്. നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചെയ്യാനായിട്ട് മാക്സിമം പരിശ്രമിക്കും. തെറ്റ് എന്ന് തോന്നുന്നത് ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കുകയും വരും. അത് എത്ര നന്മ കിട്ടിയാലും അതിനോട് വലിയ താല്പര്യം അന്നും ഇല്ല, ഇന്നും ഇല്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ബാബു സാറിന് അറിയാം. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിൽ പോയതാണ്. അമ്മ വീട്ടിൽ പോകുമ്പോൾ ബാബു സാറിൻ്റെ നല്ല പരിചയമാണ്. അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ബാബു സാറിൻ്റെ നല്ല വാക്കിന് സഭയ്ക്ക് എല്ലാവർക്കും പ്രത്യേകമുള്ള നന്ദി സ്നേഹം പറയുന്നു. അനേക കുടുംബ ബന്ധങ്ങൾ ഉള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങൾ. അതുകൊണ്ട് തന്നെ ധാരാളം ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവരെല്ലാം വിവിധ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മാത്രമല്ല ഞങ്ങളോട് കാണിക്കുന്ന ഈ സ്നേഹം, ഈ സഭ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഞാൻ ഓർക്കുന്നു. അതെല്ലാം മനസ്സിലുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ വലിയ സ്വീകരണത്തിന്, അനുമോദനത്തിന് നന്ദി പറയുന്നു. അച്ഛൻ ഇന്ന് ആരാധനയ്ക്ക് തുടർന്ന് ഇത് കിട്ടിയത് നന്നായി. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? ഇല്ലെങ്കിൽ നമ്മളൊരു 4 മണി വരെയെങ്കിലും പോയേനെ. അതുകൊണ്ട് എനിക്കും വിശക്കുന്നുണ്ട്, നിങ്ങൾക്കും വിശക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. ഈ അഭിനന്ദനങ്ങളും എല്ലാം അനുമോദനങ്ങളെല്ലാം ദൈവം ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചു എന്നതിനാൽ ദൈവം സഭമേൽ അനുഗ്രഹത്തെ പകരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹം ബഹുമാനമുള്ള മാക്സിം ജോണച്ചൻ, റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനി, ഡാർലി കൊച്ചമ്മ, അനിമോൾ കൊച്ചമ്മ, അതോടൊപ്പം പേജിലായിരിക്കുന്ന ആഷ്ലി കൊച്ചമ്മ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ ഞാൻ അറിയിക്കട്ടെ. വളരെ എല്ലാവർക്കും വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഏതാനും വാക്കുകൾ മാത്രം പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് സഭയായിട്ട്, സംഘടനകളായിട്ട് ഞങ്ങൾക്ക് നൽകിയ വലിയ സ്നേഹത്തിന്, ആദരവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയട്ടെ. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. എന്നിരുന്നാലും 1-2 കാര്യങ്ങൾ മാത്രം പറയട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വാക്ക് ആഫ്രിക്കൻ ഇതിലുള്ള ഒരു വാക്കാണ് ഉബുണ്ടു എന്നൊരു വാക്കുണ്ട്. ഉബുണ്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉബുണ്ടു എന്നുള്ള വാക്ക്, ഉബുണ്ടു എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഒക്കെയുണ്ട്. ഉബുണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം ഐ ആം ഹിയർ ബിക്കോസ് വി ആർ ഹിയർ എന്നുള്ളതാണ്. ഞാനിവിടെ, നിങ്ങളിവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. 2001 ഞാൻ ബേക്കഡിയിൽ സഭയിലെ മങ്കമ്പിൽ നിന്ന് മാറി ഇവിടേക്ക് വരുന്നത്. അതിനുശേഷമുള്ള ഏകദേശം 24-25 വർഷങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഞാൻ എന്തെങ്കിലും ഇന്ന് അവിടെ ആയി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ബേക്കഡിയിൽ സഭയാണ് എന്ന് ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. പ്രവർത്തന മേഖലകൾ ആദ്യം ആരംഭിക്കുന്ന ഈ ബേക്കഡിയിൽ സഭയിലെ യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് എന്നുള്ള ശ്രീമാൻ എബിയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. നിങ്ങളുണ്ടായിരുന്ന ഒരു ബേക്കഡിയിൽ സഭയിലെ യുവജന പ്രസ്ഥാനത്തിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പതുക്കെ മറ്റു മേഖലകളിലേക്ക് കടക്കുവാനുള്ള അവസരം ദൈവം നൽകിയത് എന്നുള്ളതാണ്. നമ്മെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ദൈവമെല്ലാം നമ്മളെല്ലാവരെയും
തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നമ്മളെന്നുള്ളതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മളിൽ നമുക്ക് വലിയ പ്രത്യേകതകളൊന്നും കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. അഭിമാനിക്കത്തക്ക പല കാര്യങ്ങളും നമുക്ക് കാണത്തില്ല. സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസം, കുടുംബം, ഇതൊക്കെ നോക്കുമ്പോൾ വലിയ ശ്രദ്ധിക്കപ്പെടത്തക്ക ഒന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് വരാം. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് ഈ സഭയിൽ വന്നിരിക്കുന്നതെന്നുള്ളതാണ്. എല്ലാവരെയും പറ്റിയും ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ ഉത്തരവാദിത്തങ്ങളും ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വപൂർണ്ണമായി കൂടുതൽ ദൈവത്തോടെടുക്കുവാനും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഒരു വിഷയം നിങ്ങൾ സാധാരണ സഭയിൽ അംഗങ്ങളായിരിക്കുമ്പോഴും സൺഡേ സ്കൂളിലെ അധ്യാപകരോ കൊയറിലെ അംഗങ്ങളോ ചർച്ച കമ്മിറ്റിയുടെ അംഗങ്ങളോ സംഘടനയുടെ ഭാരവാഹികളോ അംഗങ്ങളൊക്കെ ആയിരിക്കുമ്പോഴും ഇതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയമാണ്, തിരഞ്ഞെടുപ്പാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്നേഹമുള്ള VS ഫ്രാൻസിസ് തിരുമേനി, ഞങ്ങൾ ഒരുമിച്ച് 2017 ഒരുമിച്ച് ഞങ്ങൾ അന്നത്തെ ഡയസിസ് ആൻഡ് ഓഫീസേഴ്സ് പാനലിൽ മത്സരിച്ചപ്പോൾ ഞാൻ ലേ സെക്രട്ടറിയും തിരുമേനി എന്ന ട്രഷറുമായിട്ടാണ് മത്സരിച്ചത്. അന്ന് തൊട്ടാണ് തിരുമേനിയായിട്ടുള്ള പരിചയം വരുന്നത്. അന്നാണ് ഡാലി കൊച്ചുമ്മയെ നേരത്തെ അറിയാം. ഞാൻ മങ്കൊമ്പുകാരനും കൊച്ചുമ്മ ചൊവ്വൂരുകാരിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലും പിന്നെ തുടർന്ന് അരുവിത്ര കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊച്ചുമ്മയെയും അറിയാം. തിരുമേനിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നില്ല. ഒരുമിച്ച് ഇപ്പോൾ തിരുമേനി കണ്ണമ്മല ഐക്യവൈദിക സെമിനാരിയുടെ വൈസ് ചെയർമാനായിട്ടും അതോടൊപ്പം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഹൗസിലെ വൈസ് പ്രസിഡൻ്റായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. തിരുമേനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തിരുമേനി ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പുറകെ പോയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉള്ള കാര്യം. രണ്ടാമത് തിരുമേനിയുടെ വിനയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് തിരുമേനിക്ക് ദൈവത്തിലുള്ള ആശ്രയവും അതോടൊപ്പം തന്നെ ദൈവവചനത്തോടുള്ള വലിയ ആഭിമുഖ്യവുമാണ്. ഞാൻ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാത്യു, ഞങ്ങളൊക്കെ ഒരുമിച്ച് സിനഡിൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ അഭിമന്യ തിരുമേനിയുടെ ഒപ്പമാണ് അന്ന് പോയി. തിരുമേനി എന്ന ട്രഷറാണ്. ഇപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെക്ക് വടക്ക് നോക്കി എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. തിരുമേനി ഇത് ഭയങ്കര വേദപുസ്തക വായനയാണ്, ഭയങ്കര വായനയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നോക്കും തിരുമേനി എന്താണ് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കുന്നതെന്നുള്ളതിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരുമേനി എന്താണ് ഇങ്ങനെ ഇത്ര കാര്യമായിട്ട് വേദപുസ്തകം വായിക്കുന്നത്, ഞങ്ങളുടെ സംസാരത്തിലൊന്നും കൂടാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ചാപ്റ്റർ കൂടുതൽ വായിക്കണമെന്നാണ് തിരുമേനി പറഞ്ഞത്. സാധാരണ വായിക്കുന്നതിനേക്കാൾ 2 ചാപ്റ്റർ കൂടുതൽ വായിക്കണം ഞങ്ങളോട് സംസാരിച്ചാൽ എന്നാണ് തിരുമേനി. അപ്പോൾ തിരുമേനിക്ക് വേദപുസ്തകത്തോട് വലിയ ആഭിമുഖ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുകൾ ഓരോ സ്ഥാനങ്ങൾ വരുന്നത് ദൈവം നിശ്ചയിച്ചിട്ട് ദൈവം തീരുമാനിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ തിരുത്തലുകൾ ആവശ്യമുള്ള സമയമാണ്. നമ്മൾ പോകുന്ന പരമ്പരാഗത വഴികളിൽ നിന്ന് മാറി ചലിക്കേണ്ട, ശക്തമായിട്ട് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ട സമയങ്ങളാണിത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ ദൈവം തിരുമേനിയെ പ്രാപ്തനാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡാലി കൊച്ചുമ്മയ്ക്കും തിരുമേനിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഈ സ്ഥാനലബ്ധിയിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 43-44 വർഷമാകുന്ന ഈസ്റ്റേള മഹായുടെക്ക് ഒരു ഡെപ്യൂട്ടി മോഡറേറ്റർമാർ 2 പേരെയും ഒരു മോഡറേറ്ററിന് ലഭിച്ചു എന്നുള്ളത് ഭാഗ്യമാണ്. ഏകദേശം 200 അല്ലെങ്കിൽ 170-200 വർഷമാകുന്ന മധ്യകേരള മഹായുടെയിലൊക്കെ ഒരു മോഡറേറ്റർ മാത്രമാണ് ആകെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ദൈവം നമ്മുടെ സഭയെ അത്രയേറെ സ്നേഹിക്കുന്നു, മഹായുടെയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഓർപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ സ്നേഹമുള്ള നീതു തോമസ്, നമ്മുടെ ഗ്രൂപ്പിലൂടെയൊക്കെയാണ് നീതു തോമസ് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. ദൈവം വളരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സാറിന് ഒരു ചൊല്ല് പറയാറുണ്ട്, വർക്ക് ഹാർഡ് ആൻഡ് എവറിത്തിങ് വിൽ ഫോളോസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് മേഖലയിലായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥതയോടുകൂടി കഠിനാധ്വാനം ചെയ്യുക. ദ റിസൾട്ട് വിൽ ഫോളോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫലം അതല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് വരുമെന്നുള്ള ഒരു പക്ഷേ ഉടനെ കിട്ടാം, ചിലപ്പോൾ താമസിച്ചായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടും, നിങ്ങൾ തിരിച്ചറിയപ്പെടും, നിങ്ങൾ ആദരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചാൽ, നമ്മുടെ തൊഴിൽ മേഖലയിൽ നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി റെക്കഗ്നൈസ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഈ ഒരു ഇൻ്റർനാഷണൽ അവാർഡ്, അതുപോലെ ക്യാൻസർ
കെയറിലെ അതിലെ പാലിയേറ്റീവ് കെയറിൽ ഇൻ്റർനാഷണൽ അവാർഡ് ലഭിച്ചു. വളരെയേറെ സന്തോഷമാണ് സഭയ്ക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും അറിയാൻ സന്തോഷമുണ്ട്. നീതുവിനെ ഞാൻ മുത്തുകണ്ട് പ്രശംസിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും നല്ല നിലയിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈബിൾ സൊസൈറ്റിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. വേദപുസ്തക പരിഭാഷയും അതോടൊപ്പം തന്നെ അതിൻ്റെ വിതരണത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ ആകെ 17 ഓക്സിലറികളാണുള്ളത്. കേരള ഓക്സിലറിയുടെ ആസ്ഥാനം കോട്ടയത്താണ്. ജേക്കബ് ബെന്നി അച്ഛനാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. 17 ഓക്സിലറി. പിന്നെ തുടർന്ന് അതിൽ നിന്നാണ് ഈ നാഷണൽ കൗൺസിലും നാഷണൽ കൗൺസിലിൽ നിന്ന് നാഷണൽ എക്സിക്യൂട്ടീവിൽ നിന്ന് വർക്കിംഗ് കമ്മിറ്റി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. ഏകദേശം നമ്മുടെ സിൻഡിൻ്റെ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ബൈബിൾ സൊസൈറ്റിക്കുള്ളത്. ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തകത്തിൻ്റെ പരിഭാഷയാണ് നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ 80% അവരുപയോഗിക്കുന്ന പരിഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വേദപുസ്തകത്തിലെ ഒരു വാക്കിൻ്റെ ചിലവെന്ന് പറയുന്നത് ഏകദേശം 300 തൊട്ട് 400 രൂപയാണ്. പരിഭാഷയ്ക്കുള്ള ചിലവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിഭാഷ പിന്നെ പ്രിൻറ്റിങ് കയ്യിലെത്തുമ്പോൾ 300 തൊട്ട് 400 രൂപയാണ് ഒരു വാക്കിൻ്റെ ചിലവെന്ന്. ഏകദേശം 33,000-ഓളം വാക്കുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ വാല്യൂ നിങ്ങളൊന്ന് കണക്കിലാക്കി നോക്കുക. നമ്മൾ വായിക്കുന്ന ബൈബിൾ മാത്രമല്ല, അതോടൊപ്പം തന്നെ ബ്രെയിലി ബൈബിളുണ്ട്. ഏകദേശം 60,000 രൂപയുള്ള വില വരുന്ന ബ്രെയിലി ബൈബിൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ സൈൻ ബൈബിൾ എന്ന് പറഞ്ഞ ബൈബിളുണ്ട്, ഓഡിയോ ബൈബിൾ. ഇതൊക്കെയാണ് ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ. 66 പുസ്തകങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു എക്യുമിനിക്കൽ ഒരു സംഘടനയാണ് ബൈബിൾ സൊസൈറ്റി. എന്നാൽ ഡൽഹിയിലുള്ള ഒക്കെ അവിടെ കാത്തലിക് ചർച്ചിലെ ബിഷപ്പ്മാർ, കാത്തലിക് ചർച്ചും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ബൈബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും കത്തോലിക്ക സഭ ഒഴികെയുള്ള 66 പുസ്തകങ്ങൾ ലഭിക്കുന്ന എല്ലാ സഭകളും, നമ്മുടെ ഇവിടെ പറയുമ്പോൾ ഓർത്തഡോക്സ് സഭ, ജാക്കബറ്റ് സഭ, മാർത്തോമ, പെന്തക്കോസ്റ്റ്, ബിലീവേഴ്സ് ചർച്ച്, അതുപോലെ തന്നെ സാൽവേഷൻ ആർമി, പെന്തക്കോസ്റ്റിൻ്റെ വിവിധ ഡിനോമിനേഷനുകൾ, CSI, CNA, ലൂത്തറൻ ചർച്ച്, പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ്, അങ്ങനെ അങ്ങ് വലിയൊരു ലിസ്റ്റാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഒരു സംഘടനയാണ് ബൈബിൾ സൊസൈറ്റി. ഇതിനെ ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുക എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ, ഈ സഭയിൽ ഇവിടെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുമ്പോൾ, നിങ്ങളിൽ പല ആളുകളും ഇതുപോലെ ഇതിൽ കൂടെ വന്ന് നിൽക്കുകയും ഇതിന് ആദരങ്ങൾ ഏറ്റുവാക്കുകയും ചെയ്യേണ്ട ആളുകളാണ് എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ സഭയിലെ കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ സഭയ്ക്ക് ശക്തമായ നേതൃത്വങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുകയും വൈദിക വൃത്തിയിലൊക്കെ നമ്മുടെ ആളുകൾ കടന്നു വരണമെന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യമല്ല. സഭ നിലനിർത്തപ്പെടേണ്ടത് സഭയുടെ നമുക്കിടെ പിതാക്കന്മാർ നമ്മുടെ കയ്യിലേൽപ്പിച്ച ഈ വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തെ, ഈ പാരമ്പര്യത്തെ, സുവിശേഷത്തിൻ്റെ വലിയ വെളിച്ചത്തെ അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഭ ഒത്തിരിയേറെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കുമ്പോഴും ഏകദേശം 40 വർഷം 41 വർഷമാകുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് ദൈവിക അല്ലെങ്കിൽ വൈദിക വേലയിലേക്ക് സുവിശേഷം ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ഉള്ള ആളുകൾ നമ്മുടെ സഭയിൽ നിന്ന് കുഞ്ഞുങ്ങളാരും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുണ്ടാകണം. നമ്മുടെ സഭയിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്ന കുട്ടികളുണ്ടാകണം. വേദപുസ്തകത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പോകുവാനും പ്രവർത്തിപ്പാനും ഒക്കെ വൈദിക വൃത്തിയിലും സെമിനാരി പഠനത്തിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് മുൻപോട്ട് വരണം. അതിനായിട്ട് ഞാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കുഞ്ഞുങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, യുവാക്കളെയും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം മാതാപിതാക്കളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. അവരെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ വളർത്തുവാനും ചേർത്ത് പിടിക്കുവാനും അവരെ ഒരുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായിട്ട് ഞാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഈ സഭ ഈ വിവിധ സംഘടനകളും നൽകിയ എല്ലാ സ്നേഹത്തിനും എല്ലാ ആദരവിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹമുള്ള മാക്സിഞ്ഞോണച്ചനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മാക്സിഞ്ഞോണച്ചൻ സഭയിൽ വന്നതിന് ശേഷം അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ കമ്മിറ്റിക്കാരുടെ സംസാരത്തിലും ആളുകളുടെ സംസാരത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആ കസേരയിൽ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടായിരുന്നു. എപ്പോഴാണ് മുകളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് പക്ഷേ പോയില്ല. തിരുമേനിക്ക് വലിയ വെയിറ്റുള്ള അതുകൊണ്ടാണ് തിരുമേനി പോകാതിരുന്നില്ലെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് കസേരയായിരുന്നു ചിലപ്പോൾ പോയിരുന്നേനെ. പക്ഷേ എന്നിരുന്നാലും അച്ഛൻ്റെ വലിയ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു. പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പറ്റി പറയും. നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് എനിക്ക് നിങ്ങളെ അറിയാം. നമ്മളെല്ലാവരും ഒരുപോലെയുള്ള ആളുകളാണ്
എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ അച്ഛനെയും കൊച്ചമ്മയൊക്കെ ഓർക്കുന്നു. അവരുടെ സ്നേഹത്തിനുമായിട്ട് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് എനിക്ക് താങ്ക് യു. താങ്ക് യു ഡോക്ടർ ജോസ്മോൻ ജോർജ്. മറുപടി പ്രസംഗത്തിന് വേണ്ടി മിസ്സിസ് നീതു തോമസിനെ ക്ഷണിച്ചുള്ളൂ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട തിരുമേനി, കൊച്ചമ്മ, മാക്സിം ജോണച്ചൻ, കൊച്ചമ്മ, ലവ്ലി കൊച്ചമ്മ, എല്ലാവർക്കും നമസ്കാരം. അതേപോലെ സംഘടനകൾക്കും ഇവിടെ ചേർന്നിരിക്കുന്നവർക്കും എല്ലാവർക്കും നമസ്കാരം. എനിക്കങ്ങനെ പ്രസംഗമൊന്നും പറയാനറിയില്ല. ക്ലാസ്സുകൾ ഒരുപാട് എടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ സ്റ്റേജിൽ വന്നിരുന്ന ഒരുപാട് പേർക്ക് മുന്നിൽ ഒരു പ്രസംഗമൊന്നും അവതരിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇതുപോലൊരു സ്വീകരണം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇത്രയും വലിയൊരു സ്വീകരണം ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അതിന് ഈ പള്ളിക്കാരോട് എല്ലാവരോടും എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോഴെൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ സാധ്യമായി എന്നുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നൊരു സാഹചര്യം കൊണ്ടാണ്. GH പാലിയേറ്റീവിന് പ്രത്യേകിച്ച് ഫണ്ടുകളും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. 10,000-ഓളം രോഗികളെയാണ് ഞങ്ങൾ നോക്കുന്നത്. 26 ഡിവിഷനുകളുണ്ട് എറണാകുളം ഏരിയയിൽ. അപ്പം നമ്മൾ റിസോഴ്സുകൾ കണ്ടെത്താൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു വഴി എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ എല്ലാ മേഖലകളെയും കൂടിച്ചേർത്തി നമുക്ക് എന്താ പറയുക റിസോഴ്സുകളെ കണ്ടെത്താനും നമ്മൾ ഈ പറഞ്ഞ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന രോഗികളെ സഹായിക്കാനും സാധിക്കുമെന്ന് കണ്ടെത്തിയതുകൊണ്ട് എന്താ പറയുക ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് ചുമട്ടുതൊഴിലാളികളും ഓട്ടോ ചേട്ടന്മാരും അവരുടെ എല്ലാം കരുണ കൊണ്ടും അതേപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും വലിയ CSR ഫണ്ടുകൾ തരുന്ന ആൾക്കാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം കൂട്ടിച്ചേർക്കുക. അതേപോലെ തന്നെ വിവിധങ്ങളായ പദ്ധതി, അതായത് ഇപ്പം നിലവിൽ നമ്മൾ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ വീടുകളിലെ രോഗികളെ നോക്കുന്ന മാത്രമല്ല, മറിച്ച് അവരുടെ ഒറ്റപ്പെടലുകളും അവരെ റീഹാബിലിറ്റേഷനിലേക്ക് കൊണ്ടുവരിക, അവർക്കൊരു ജോലി കൊടുക്കുക, അവരെ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പദ്ധതികൾ കേരളത്തിലെ മറ്റ് പാലിയേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. 3 വർഷമായിട്ട് പാലിയേറ്റീവിലുണ്ട്. അതിൽ 16 പദ്ധതികളോളം ഇപ്പോൾ ചെയ്തു വരുന്നു. അതിൽ രോഗികളെ യാത്രകൾ കൊണ്ടുപോവുക, വീടുകളിൽ പോയി പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അതേപോലെ നഗരം കാണാൻ കൊണ്ടുപോവുക, എന്താ പറയുക വീടുകളിൽ തന്നെ സ്വന്തമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ തയ്യലും മറ്റു ജോലികളൊക്കെ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് കിട്ടി. അതൊരു സ്റ്റഡി അതിൻ്റെ പേരിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേരിലാണ് ഒരു അവാർഡ് നാഷണൽ ലെവലിൽ കിട്ടിയത് കഴിഞ്ഞ വർഷം. അതേ നാഷണൽ ലെവലിൽ നിന്ന് തന്നെയാണ് നമ്മളുടെ ഈ പ്രൊജക്റ്റിന് ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകാനും ക്യാൻസർ പേഷ്യൻസിൽ വരുത്തിയ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ MD ആൻഡർസൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ നമുക്കിത് അവതരിപ്പിക്കാനും സാധിച്ചു. അങ്ങനെ 10-16ഓളം വരുന്ന പ്രോഗ്രാമുകളെ ആണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഗ്ലോബൽ പാലിയേറ്റീവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മറ്റു രാജ്യങ്ങളിലെ നഴ്സസിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഏറ്റവും മികച്ചതായി കണ്ടുകൊണ്ടായിരിക്കാം അവരിങ്ങനൊരു അവാർഡ് തന്നത്. പക്ഷേ ഞാൻ ഇതിനെല്ലാം ദൈവത്തിന് മഹത്വപ്പെടുത്തുകയാണ്. അപ്പം ഇത്ര കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. അതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയും നാൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് എൻ്റെ പപ്പയും മമ്മിയും കുഞ്ഞാണ്. അപ്പോൾ അവർക്ക് ഈ സമയം പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്സിസ് നീതു. ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി കൈക്കാരൻ മിസ്റ്റർ ജോർജ് വിജയ് ക്ഷണിച്ചുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ അനുമോദന യോഗത്തിൽ അധ്യക്ഷനായിട്ട് ഇവിടെ ഇടവകാരിയും ആയ മാക്സിമോണച്ചൻ അച്ഛന് ഈ സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വിശിഷ്ട അതിഥികളായി കടന്നു വന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും ഈസ്റ്റ് കേരള മഹായിടവയുടെ
അധ്യക്ഷനുമായ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ് തിരുമേനിയോടൊപ്പം ഡാർലി കൊച്ചമ്മയും ഇവിടെ കടന്നു വന്നു. തിരുമേനിയോടും ഡാർലി കൊച്ചമ്മയോടും ബെക്കറേൽ സഭയോടുള്ള നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളു. കടന്നു വന്നിരിക്കുന്ന ജോസ്മോൻ ഡോക്ടർ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും അതോടൊപ്പം EPIയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഈ യോഗത്തിൽ കടന്നു വന്ന ജോസ്മോൻ ഡോക്ടറുള്ള ഈ സഭയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പാലിയേറ്റീവ് കെയറിൽ അന്താരാഷ്ട്ര അവാർഡ് നേടിയ നീതു തോമസ് മാഡത്തോടുള്ള നന്ദിയും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. അനുമോദന സമ്മേളനം സമാപിക്കുകയാണ്.